Hi friends, welcome to C Meditech Online Academy. ഇന്ന് നമ്മൾ നോക്കുന്നത് ഓർഗാനിക് കെമിസ്ട്രിയിലെ പുതിയ ടോപ്പിക്കായ ഫീനോൾസ്. അപ്പൊ ഈ ഫീനോൾസ് എന്ന് വെച്ചാൽ എന്താണ്? ഫീനോൾസ് എന്ന് വെച്ചാൽ അത് ഡെറിവേറ്റീവ്സ് ഓഫ് ഹൈഡ്രോക്സി ആണ്, അല്ലെങ്കിൽ ഹൈഡ്രോക്സി ഡെറിവേറ്റീവ്സ് ആണ്. എന്തിന്റെ ഹൈഡ്രോക്സി ഡെറിവേറ്റീവ്സ്? ഹൈഡ്രോക്സി ഡെറിവേറ്റീവ്സ് ഓഫ് ആരോമാറ്റിക് ഹൈഡ്രോകാർബൺസ്. അപ്പൊ നമുക്ക് നോക്കാം ഫീനോൾസ് എന്ന് വെച്ചാൽ എന്താണ്? They are hydroxy derivatives of ആരോമാറ്റിക് ഹൈഡ്രോകാർബൺ. ഇത് മെയിൻ ആയിട്ട് രണ്ട് ക്ലാസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഒന്ന് ഫീനോൾസും ഒന്ന് ആരോമാറ്റിക് ആൽക്കഹോളും. അപ്പൊ ഈ ഫീനോൾസ് വെച്ചാൽ എന്താണ്? ഫീനോൾസ് എന്ന് വെച്ചാൽ നമ്മൾ ഈ ഹൈഡ്രോക്സി ഗ്രൂപ്പ് ഉണ്ടല്ലോ, ഇതല്ല നമ്മൾ ഹൈഡ്രോക്സി ഗ്രൂപ്പ്. ഈ ഹൈഡ്രോക്സി ഗ്രൂപ്പ് നമ്മൾ ആരോമാറ്റിക് റിംഗിലേക്ക് ഡയറക്ട്ലി അറ്റാച്ച്ഡ്. എന്താണ്? നമ്മൾ ആരോമാറ്റിക് റിംഗ് ആയിട്ട് ഡയറക്ട്ലി അറ്റാച്ച് ആയിട്ടുള്ളത്. അതാണ് ഹൈഡ്രോക്സി ഗ്രൂപ്പ് ഡയറക്ട്ലി അറ്റാച്ച് ടു ആരോമാറ്റിക് റിംഗ് ആണ് ഫീനോൾ. ഇതാണ് നമ്മൾ ജനറൽ ഫോർമുല. എന്താണ്? ആരോമാറ്റിക് സിംഗിൾ ബോണ്ട് OH. അടുത്തെന്താണ്? അടുത്ത രണ്ട് ക്ലാസ് ആയിട്ടല്ലേ ഡിവൈഡ് ചെയ്തിട്ടുള്ളത് ഹൈഡ്രോക്സി ഡെറിവേറ്റീവ്. രണ്ടാമത്തെ ക്ലാസ് എന്താണ്? രണ്ടാമത്തെ ക്ലാസ് എന്താണ്? ആരോമാറ്റിക് ആൽക്കഹോൾ. ആരോമാറ്റിക് ആൽക്കഹോൾ എന്ന് വെച്ചാൽ എന്താണ്? ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് അറ്റാച്ച്ഡ് ഇൻ ടു ദ സൈഡ് ചെയിൻ ഓഫ് ആരോമാറ്റിക് റിംഗ്. എന്താണ്? ഈ ഹൈഡ്രോക്സി ഗ്രൂപ്പ് എവിടെയാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്? ഹൈഡ്രോക്സി ഗ്രൂപ്പ് അറ്റാച്ച്ഡ് ടു ദ സൈഡ് ചെയിൻ ഓഫ് ആരോമാറ്റിക് റിംഗ്. അതാണ് ആരോമാറ്റിക് സൈഡ് ചെയിൻ ഏത്? നമ്മൾ CH2, അതിലാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ള OH. ഇതിപ്പോ ഇതെന്താണ്? ബെൻസൈൽ ആൽക്കഹോൾ ആണ് ആരോമാറ്റിക് ആൽക്കഹോളിന്റെ എക്സാമ്പിൾ. നമുക്ക് പഠിക്കാനുള്ളത് ഏതാണ്? നമുക്ക് ഫീനോൾസിനെ പറ്റി ഇതാണ് പഠിക്കാനുള്ളത്. നമുക്ക് ഫീനോൾസ് എങ്ങനെയാന്ന് നോക്കാം. അപ്പൊ ഫീനോൾസ് ശരിക്കും ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് ഏതൊക്കെയാണ്? മൂന്ന് തരത്തിലാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഏതൊക്കെ? മോണോഹൈഡ്രിക് ഉണ്ട്, ഡൈഹൈഡ്രിക് ഉണ്ട്, ട്രൈഹൈഡ്രിക് ഉണ്ട്. മോണോഹൈഡ്രിക് എന്താണ്? മോണോഹൈഡ്രിക് എന്ന് വെച്ചാൽ ഒരു ഹൈഡ്രോക്സി ഗ്രൂപ്പ് മാത്രമേ ഉള്ളൂ. ഡൈഹൈഡ്രിക് വെച്ചാൽ എന്തായിരിക്കും? രണ്ട് ഹൈഡ്രോക്സി. ഇപ്പൊ ഇവിടെയും ഒരു ഹൈഡ്രോക്സി ഗ്രൂപ്പ് ഉണ്ട്. ഇപ്പം ട്രൈഹൈഡ്രിക് എന്തായിരിക്കും? ഒന്നും പിന്നെ ഇവിടെ ഒന്ന് ഇവിടെയും ഹൈഡ്രോക്സി ഗ്രൂപ്പ് വരുന്ന എന്തായിരിക്കും? ട്രൈഹൈഡ്രിക് ഫീനോൾസ്. അപ്പം നമ്മളെ എന്താണ് ഹൈഡ്രോക്സി ഗ്രൂപ്പ് എത്രണ്ണം ഇല്ലേ അനുസരിച്ചിട്ടാണ് ഫീനോൾസ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അടുത്ത നമുക്ക് നോക്കാനുള്ളത് എന്താണ്? അസിഡിറ്റി ഓഫ് ഫീനോൾസ് ആണ് നമ്മളെ ഈ സിലബസിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് വരുന്നത്. ഈ അസിഡിറ്റി ഓഫ് ഫീനോൾസ് പറയുന്നതിന് മുന്നേ നമുക്ക് ആദ്യം ഫീനോളിന്റെ സ്ട്രക്ചർ അറിയണം. ഫീനോളിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ്? നമുക്കൊരു ബെൻസീൻ റിംഗും ഉണ്ട്. ആ ബെൻസീൻ റിംഗിൽ എന്തുണ്ട്? നമുക്ക് എന്താണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്? അതായത് നമ്മൾ OH ഗ്രൂപ്പ് ഡയറക്ട്ലി അറ്റാച്ച് ചെയ്തിട്ടാണ് ഉള്ളത്. അടുത്തെന്ത് പറയുന്നത്? അപ്പൊ എന്താ സംഭവിക്കുക? അവിടെ ഒരു റെസണൻസ് നടക്കും. അതായത് എന്താണ്? ഒരു റെസണൻസ് ഇൻട്രാക്ഷൻ നടക്കും. അത് എന്തുകൊണ്ടാണ് റെസണൻസ് നടക്കുന്നത്? റെസണൻസ് നടക്കുന്നത് എന്ന് വെച്ചാല് നമ്മള് ഓക്സിജൻ ഉണ്ടല്ലോ, നമ്മൾ ഓക്സിജനിൽ എന്തുണ്ട്? നമ്മൾ ഓക്സിജനിൽ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ബാക്കിയുണ്ട്. അപ്പൊ ആ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് നമ്മൾ ബെൻസീൻ റിംഗുമായിട്ട് എന്ത് ചെയ്യും? അറ്റാച്ച് ചെയ്യും. കാരണം എന്താ? നമ്മൾ ബെൻസീൻ റിംഗ് എന്താണ്? ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ആണ്. ഓക്കെ, നമ്മളെ ബെൻസീൻ റിംഗ് ഒരു ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ആണ്. അപ്പൊ നമ്മളെ ബെൻസീൻ റിംഗ് എന്ത് ചെയ്യും? ഈ ലോൺ പെയർ ഇലക്ട്രോൺസിനെ ഇങ്ങോട്ടേക്ക് വലിക്കും. അതുപോലെ തന്നെ ഇപ്പൊ നമ്മള് അസിഡിറ്റി ഓഫ് ഫീനോൾ എന്ന് പറയുന്നത്. അപ്പൊ ഫീനോൾ അസിഡിക് എന്ന് പറയാൻ കാരണം എന്താ? പൊതുവെ എല്ലാവരും ഫീനോളിന് ചിന്തിക്കുമ്പോൾ എന്താണ്? ഫീനോളിന്റെ മേലെ OH ഗ്രൂപ്പ് ആണ്. പൊതുവെ OH ഗ്രൂപ്പ് വരുന്ന ബേസ് എന്നല്ല നമ്മൾ ചിന്തിക്കല്. പക്ഷെ എന്തേ അല്ല, ഫീനോൾസ് അസിഡിക് ആണ്. അത് എന്തുകൊണ്ട് അസിഡിക്? അസിഡിക്കിന്റെ എന്താണ്? അസിഡിക് എന്ന് പറയാനുള്ള കണ്ടീഷൻ എന്താണ്? അക്കോർഡിംഗ് ടു ലോറി ബ്രോൺസ്റ്റഡ് തിയറി എന്താണ്? അതായത് എന്ത് സാധനവും H+ പ്രോട്ടോൺ കൊടുക്കുന്നുണ്ടെങ്കിൽ എന്താണ്? അത് അസിഡിക് ആണ്. എന്താണ്? ഏതൊരു കോമ്പൗണ്ടും H+ പ്രോട്ടോൺ റിയാക്ഷനിൽ H+ പ്രോട്ടോൺ റിലീസ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്താണ്? അത് അസിഡിക് ആയിരിക്കും. അപ്പൊ നമ്മളെ ഫീനോളിന്റെ കേസിൽ എന്താണ്? നമ്മളെ ഫീനോളിന്റെ കേസിൽ നമ്മളെ ഓക്സിജൻ ബോണ്ടും നമ്മളെ ഹൈഡ്രജൻ ബോണ്ടും ഇല്ലേ, അവരെന്താണ്? അവര് വീക്കാണ്. അവരെന്താ? ഈ ഹൈഡ്രജൻ എന്താണ്? വേഗം ഇറങ്ങിപ്പോവുകയും ചെയ്യും. അതിന് നമ്മൾ ആര് ഹെൽപ്പ് ചെയ്യും? നമുക്കൊരു ബെൻസീൻ റിംഗ് ഉണ്ടല്ലോ, ഈ ബെൻസീൻ എന്താണ്? ഇലക്ട്രോൺ വിഡ്രോയിങ് ആണ്. നമ്മൾ ഓക്സിജൻ ഇലക്ട്രോൺ നെഗറ്റീവ് ആറ്റം അല്ലേ? ഓക്സിജൻ ഇലക്ട്രോൺ നെഗറ്റീവ് ആയതുകൊണ്ട് എന്താണ്? നമ്മളെ വിഡ്രോയിങ് ഗ്രൂപ്പായ ബെൻസീൻ അത് വേഗം ഓക്സിജനെ വലിക്കും. ഓക്സിജൻ വെക്കുമ്പോൾ ഹൈഡ്രജൻ നല്ലതായി, ഹൈഡ്രജൻ എന്തായിട്ടും ഇറങ്ങിപ്പോണം. അപ്പൊ എന്താണ്? ഹൈഡ്രജന് ഇറങ്ങിപ്പോവുകയും ചെയ്യും. ഓക്സിജൻ എന്താക്കും? ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ആയതുകൊണ്ട് ഹൈഡ്രജന്റെ പ്രോട്ടോൺ എടുക്കുകയും ചെയ്യും, ഹൈഡ്രജന്റെ ഇലക്ട്രോൺസ് എടുക്കുകയും ചെയ്യും. അങ്ങനെ ഹൈഡ്രജന്റെ ഇലക്ട്രോൺസ് എടുക്കുമ്പോൾ ഹൈഡ്രജൻ H+ ആയിട്ട് പോവുകയും ചെയ്യും. അപ്പോൾ തന്നെ നമ്മൾ ബെൻസീനും ഹെൽപ്പ് ചെയ്യും. ബെൻസീൻ എന്താണ്? ബെൻസീൻ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ആയതുകൊണ്ട് ബെൻസീനും നമ്മൾ ഓക്സിജനെ വലിക്കും. അതുകൊണ്ട് എന്താണ്? നമ്മൾ H+ പ്രോട്ടോൺ റിലീസ് ചെയ്യുന്നത് നമ്മൾ എന്ത് പറയും? അതിനെ ഫീനോൾ എന്താണ്? അസിഡിക് ക്യാരക്ടർ ആണെന്ന് പറയും. എന്നാണ് അത് അസിഡിക് ഇൻ നേച്ചർ ആണെന്ന് പറയും. നമുക്ക് റെസണൻസിലേക്ക് കടക്കാം. അപ്പൊ ഇത് എങ്ങനെയാണ് പോസിബിൾ? ഈ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് വലിക്കുമെന്ന് പറട്ടെ.
അതായത് ഓക്സിജന്റെ ലോൺ പെയർ ഇലക്ട്രോൺസിനെ വലിക്കും. അപ്പൊ എന്താണ്, ഈ ബെൻസീൻ റിങ്ങിന്റെ എല്ലാ കാർബണിയും ഈ ഇലക്ട്രോൺസിനെ എടുക്കാൻ പറ്റും, എല്ലാവർക്കും ഈക്വൽ ചാൻസ് ആണ്. അപ്പാണ് നമ്മൾ ഡീലോക്കലൈസേഷൻ ഓഫ് ചാർജ് അല്ലെങ്കിൽ എന്താണ് റെസൊണൻസ് നടക്കുന്നത്. അങ്ങനെ നടക്കുന്നതുകൊണ്ട് എന്താണ്, നമ്മളെ കാർബൺ ഓക്സിജൻ ബോണ്ട് ഇല്ലേ, നമ്മളെ കാർബൺ ഓക്സിജൻ ബോണ്ട് എന്താണ്, അതിനൊരു ഡബിൾ ബോണ്ട് ക്യാരക്ടർ കിട്ടും. കാരണം എന്തേ, അത് ഞാൻ റെസൊണൻസിൽ കാണിച്ചു തരാം. അതായത് അവര് ഡബിൾ ബോണ്ട് ക്യാരക്ടറും കിട്ടും, അത് ഷോർട്ടും ആണ്. അത് ഷോർട്ടും ആവാൻ കാരണം എന്തേ, നമ്മൾ ഈ കാർബണും ഈ ഓക്സിജനും തമ്മിൽ എന്താണ് sp2 ഹൈബ്രിഡ് ആണ്. എന്താണ് sp2 ഹൈബ്രിഡ് ആണ്. അപ്പൊ sp2 ഹൈബ്രിഡിന്റെ പ്രത്യേകത എന്താണ്, അതായത് അവരെ ബോണ്ട് എന്തായിരിക്കും, ഷോർട്ട് ആയിരിക്കും. ഓക്കെ, ആ ബോണ്ട് ഷോർട്ട് ആയതുകൊണ്ട് എന്താണ് സ്ട്രോങ്ങർ ആണ്. അതായത് അവർക്ക് വേഗം വലിക്കാൻ പറ്റൂല, ഡിസ്റ്റൻസ് കുറവല്ലേ, അപ്പൊ എന്താ അവർക്ക് വേഗം ഇലക്ട്രോൺസിനെല്ലാം വലിക്കാൻ പറ്റും. അങ്ങനെയാണ് നമ്മളെ റെസൊനേറ്റിംഗ് സ്ട്രക്ചേഴ്സ് കിട്ടുന്നത്. അപ്പൊ എത്രത്തോളം നമുക്ക് റെസൊണൻസ് കിട്ടുന്നത് അത്രത്തോളം നമ്മളെ കമ്പൗണ്ട് സ്റ്റേബിൾ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. നമുക്ക് ഇതിന്റെ റെസൊനേറ്റിംഗ് സ്ട്രക്ചർ എങ്ങനെയാന്ന് നോക്കാം. ഇതിന്റെ റെസൊനേറ്റിംഗ് സ്ട്രക്ചർ നോക്കിക്കോ. ഇതല്ലേ നമ്മളെ ഫീനോള്. ഇപ്പൊ ഫീനോളിൽ എന്താണ്, ഫസ്റ്റ് ആ ലോൺ പെയർ ഇലക്ട്രോൺസ് എന്ത് ചെയ്യും, നമ്മൾ ഈ സിഗ്മ ബോണ്ടിലേക്ക് പോകും. അപ്പൊ എന്താ സംഭവിക്കുക, അവിടെ ഒരു ഡബിൾ ബോണ്ട് ക്യാരക്ടർ കിട്ടും. അങ്ങനെ ഇവിടെ വരുന്ന ഡബിൾ ബോണ്ട് എന്ത് ചെയ്യും, ഡബിൾ ബോണ്ടിലെ ചാർജ് ഇങ്ങോട്ടേക്ക് മാറും. അങ്ങനെ എന്ത് കിട്ടും, അങ്ങനെ നമുക്ക് ഒരു അടുത്ത സ്ട്രക്ചർ കിട്ടും. അതേപോലെ തന്നെ നെക്സ്റ്റ് സ്ട്രക്ചർ കിട്ടും, അതുപോലെ തന്നെ കിട്ടും. അങ്ങനെ അവസാനം എന്താണ്, നമുക്ക് നമ്മളെ ഫസ്റ്റ് ഇല്ല ഫീനോളിന്റെ സെയിം തന്നെ നമുക്ക് ഇവിടെയും കിട്ടുന്നത്. സോ ഇതാണ് റെസൊനേറ്റിംഗ് സ്ട്രക്ചർ, അതായത് ഡീലോക്കലൈസേഷൻ ഓഫ് ചാർജ് എന്ന് പറയുന്നത്. അതായത് എന്താണ്, ഇവിടെ നമുക്ക് അതാ ഇവിടെ പറഞ്ഞ, ഇവിടെ നമുക്ക് ഒരു പാർഷ്യൽ ഡബിൾ ബോണ്ട് ക്യാരക്ടർ ആണ് കിട്ടുന്നത്. കാരണം എന്താ, ലോൺ പെയർ ഇലക്ട്രോൺസിന്റെ കയ്യിൽ നിന്ന് ഡബിൾ ബോണ്ട് ക്യാരക്ടർ കിട്ടുന്നില്ലേ. അപ്പൊ ഇതാണ് റെസൊനേറ്റിംഗ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ റെസൊണൻസ് നടക്കുന്ന സമയത്ത് എന്താണ്, നമ്മൾ ഓക്സിജൻ എന്ത് കിട്ടും, നമ്മൾ ഓക്സിജന് പോസിറ്റീവ് ചാർജ് എന്താണ്, അവർ ഇലക്ട്രോൺ ഡെൻസിറ്റി ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ആണ്. അവർക്ക് ഇലക്ട്രോൺസിനെ ഇങ്ങനെ കിട്ടാൻ വേണ്ടി കാത്തിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഹൈഡ്രജന്റെ ഇവന്ന് വേഗം ഇലക്ട്രോൺസ് വാങ്ങിയിട്ട് ഹൈഡ്രജൻ പ്ലസ് പ്രോട്ടോൺ ആയിട്ട് പോയിട്ടാണ് അങ്ങനെയാ നമ്മൾ ഇതിന് അസിഡിക് ആന്ന് പറയുന്നത്. അടുത്ത എന്താ പറഞ്ഞത്, അതായത് ഇവിടെ പറഞ്ഞില്ല, at the same time oxygen acquires positive charge due to which it attracts the electron pair of OH bond. ഈ OH bond electron pair ആൻഡ് എന്താണ്, അപ്പൊ എന്താ നമ്മളെ OH bond എന്താണ് മോർ പോളാർ ദാൻ ആൽക്കഹോൾ. ആ മോർ പോളാർ എന്ത്, കാരണം ഇവിടെ തന്നെ ഒരു പോസിറ്റീവ് നെഗറ്റീവ് ചാർജും വരുന്നുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് എന്താണ്, ഇത് എന്താണ് ആൽക്കഹോളിനെ കാട്ടും നമ്മളെ ഫീനോൾസ് മോർ അസിഡിക് ആണെന്ന്. അപ്പൊ ഈ ആൽക്കഹോളിനെ കാട്ടും പറയാൻ കാരണം ഒരു കാരണം കൂടെ ഉണ്ട്, അത് നമുക്ക് അടുത്ത നോക്കാം എന്താണ് കാരണം എന്ന്. അത് നമ്മളെ ഫീനോൾസ് ശരിക്കും വീക്ക് ആസിഡ് ആണ്. എന്ത് കമ്പയർ ചെയ്യുമ്പോൾ കാർബോക്സിലിക് ആസിഡും കാർബോണിക് ആസിഡും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമ്മളെ ഫീനോൾസ് കുറവാണ് ആസിഡിറ്റി. പക്ഷെ ആൽക്കഹോളിന്റെ കാട്ടും നമ്മളെ ഫീനോൾസ് സ്ട്രോങ് ആസിഡ് ആണ്. അപ്പൊ എന്താണ്, ഏറ്റവും കൂടുതൽ സ്ട്രോങ് ആസിഡ് കാർബോക്സിലിക്, പിന്നെ കാർബോണിക്, പിന്നെ ഫീനോള്, പിന്നെയാണ് ലാസ്റ്റ് ആൽക്കഹോൾ വരുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് ആൽക്കഹോളിനെ കാട്ടും കൂടുതൽ എന്താണ് ആസിഡിക് ക്യാരക്ടർ സ്ട്രോങ് ആസിഡ് ഫീനോൾ എന്നാണ് ഇനി പറയാൻ പോകുന്നത്. അപ്പം അതെന്തുകൊണ്ട് എന്ന് വെച്ചാൽ നമ്മളെ ഫീനോൾസ് എന്ത് ചെയ്യുന്ന വെച്ചാൽ ഫീനോക്സൈഡ് അയോൺ ഫോം ചെയ്യും. ഫീനോക്സൈഡ് അയോൺ എന്താണ് കൂടുതൽ സ്റ്റേബിൾ ആണ്. ഇപ്പൊ അതുപോലെ തന്നെ ആൽക്കോക്സൈഡ് അയോൺ ഫോം ചെയ്യും, പക്ഷെ അത് സ്റ്റേബിൾ അല്ല. അത് എന്തുകൊണ്ട് എന്ന് വെച്ചാല് ഫീനോൾസ് എന്താണ്, നമ്മളെ ഫീനോൾസ് അക്വസ് സൊല്യൂഷനിൽ ഇട്ട സമയത്ത് ഇതാണ് നമ്മൾ ഫീനോക്സൈഡ് അയോൺ കിട്ടുന്നത്. അങ്ങനെ ഫീനോക്സൈഡ് അയോൺ അത് H+നെ പ്രോട്ടോൺ ആയിട്ട് വിടുകയും ചെയ്യും. അപ്പൊ എന്താണ് അസിഡിക് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി ഫീനോക്സൈഡ് അയോണും എന്താണ്, ഈ ഫീനോക്സൈഡ് അയോണിൽ ഈ നെഗറ്റീവ് ചാർജ് അല്ലേ, ഈ നെഗറ്റീവ് ചാർജ് ഇതേപോലെ റെസൊനേറ്റിംഗ് സ്ട്രക്ചറിലേക്ക് പോകാൻ പറ്റും. അതായത് എന്താണ് ഡീലോക്കലൈസേഷൻ നടക്കാൻ പറ്റും. അങ്ങനെ ഡീലോക്കലൈസേഷൻ നടക്കുക, അല്ലെങ്കിൽ നെഗറ്റീവ് ചാർജ് ഇങ്ങനെ ബെൻസീൻ റിങ്ങിലേക്ക് ഡിസ്പേഴ്സ് ആവുന്നതുകൊണ്ട് എന്താണ് നമുക്ക് എത്രത്തോളം നമ്മൾ റെസൊനേറ്റിംഗ് സ്ട്രക്ചർ നമുക്ക് കിട്ടുന്നത് അത്രത്തോളം എന്താണ് ചാർജ്, അല്ലെങ്കിൽ എത്രത്തോളം ചാർജ് ഡീലോക്കലൈസേഷൻ നടത്തുന്നത് അത്രത്തോളം സ്റ്റേബിൾ ആണ്, അത്രത്തോളം അസിഡിറ്റി ആണ്. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഫീനോക്സൈഡ് അയോൺ എന്താണ് അക്വസ് സൊല്യൂഷനിൽ കൂടുതൽ സ്റ്റേബിൾ എന്ന് പറയാൻ കാരണം. പക്ഷെ നമ്മൾ ആൽക്കോക്സൈഡ് അയോൺ അല്ലെങ്കിൽ നമ്മളെ ഇപ്പൊ നമ്മൾ ആൽക്കഹോൾ എടുത്ത് ആൽക്കഹോൾ അക്വസ് സൊല്യൂഷനിൽ ഇടുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്, ആൽക്കോക്സൈഡ് അയോണാ കിട്ടുന്നത്. ഇവിടെ എഴുതിയിട്ടുള്ളത് നമ്മൾ ആൽക്കഹോൾ വാട്ടറിൽ ഇട്ട് അക്വസ് സൊല്യൂഷനിൽ ഇട്ട സമയത്ത് നമുക്ക് കിട്ടും ആൽക്കോക്സൈഡ് അയോൺ കിട്ടും. പക്ഷെ ഈ ആൽക്കോക്സൈഡ് അയോണിൽ നെഗറ്റീവ് ചാർജ് ഇല്ലേ, ഈ നെഗറ്റീവ് ചാർജ് ആ ഓക്സിജന് മാത്രമാണ്, അത് ആർക്കും കൊടുക്കാനില്ല. അത് എന്തേ കൊടുക്കാനില്ലാത്ത കാരണം അതിന് ഇതില്ലാലോ, ബെൻസീനൊന്നും ഇല്ലാലോ, ഇലക്ട്രോൺ വിഡ്രോ ചെയ്യാനൊന്നും ആരും ഇല്ലല്ലോ. അപ്പൊ അത് വെറും അതിന്റെ ഓക്സിജന് മാത്രമാണ് നിൽക്കും. അതുകൊണ്ട് എന്താണ് അതിന് റെസൊനേറ്റിംഗ് സ്ട്രക്ചർ ഫോം ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ അതിന് ചാർജ് ഡീലോക്കലൈസേഷൻ ആരും ഇല്ല, ആരെങ്കിലും വേണ്ടേ. അതുകൊണ്ട് നമ്മൾ എന്ത് പറയും, ആൽക്കഹോള് നമ്മളെ ഫീനോളിനെക്കാട്ടും അസിഡിറ്റി കുറവാണ്. അപ്പൊ ഇതാണ് ബേസിക് ആയിട്ട് അസിഡിറ്റി ഓഫ് ഫീനോൾസിന് പറയാനുള്ളത്. അപ്പൊ ഓർത്ത് വെക്കേണ്ട പോയിന്റ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്.
ഫീനോൾ ഈസ് മോർ അസിഡിക് ദാൻ ആൽക്കഹോൾ. ഏറ്റവും മേലെ കാണുന്നില്ലേ എന്താണ്? ഫീനോൾസ് ആർ മോർ അസിഡിക് ദാൻ ആൽക്കഹോൾ. അപ്പൊ മൊത്തത്തിൽ ഞാൻ പറയാം, നമ്മൾ എന്താ ഡിസ്കസ് ചെയ്തുകൊണ്ടുണ്ടായത്? നമ്മൾ ഫീനോൾസിനെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടുണ്ടായത്. എന്താണ് ഫീനോൾസ്? ഫീനോൾസ് എന്തിന്റെ ഡെറിവേറ്റീവ് ആണ്? ഹൈഡ്രോക്സി ഡെറിവേറ്റീവ് ഓഫ് ആരോമാറ്റിക് ഹൈഡ്രോകാർബൺ. അപ്പൊ അതെന്താണ്? രണ്ട് തരമുണ്ട്. എന്താണ്? ഒന്ന് ഫീനോൾസും ഉണ്ട്, ഒന്ന് എന്താണ് ആരോമാറ്റിക് ആൽക്കഹോൾ ഉണ്ട്. ഫീനോൾസ് എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ഡയറക്ട്ലി അറ്റാച്ച്ഡ് ടു ദ ആരോമാറ്റിക് ഗ്രൂപ്പ്. ഈ ഡയറക്ട്ലി അറ്റാച്ച്ഡ് ആയതുകൊണ്ടാണ് നമുക്ക് ഇതെല്ലാം കിട്ടുന്ന ഈ പ്രോപ്പർട്ടീസ് എല്ലാം ഞാനിപ്പോ പറഞ്ഞത്. പിന്നെ നമ്മൾ എന്ത് പറഞ്ഞു? ആൽക്കഹോൾസ് 3 തരമുണ്ട്. എന്താണ്? മോണോഹൈഡ്രിക്, ഡൈഹൈഡ്രിക്, ട്രൈഹൈഡ്രിക്. അതെന്തനുസരിച്ചിട്ട് OH, അതായത് എത്ര OH ഉണ്ട് അതനുസരിച്ചിട്ടാണ് ഈ നെയിം വരുന്നത്. അടുത്തത് എന്ത് പറഞ്ഞത്? അതിന് പിന്നെ പറഞ്ഞത് നമ്മൾ അസിഡിറ്റി. അപ്പൊ അസിഡിറ്റി ഓഫ് ഫിനോൾസിന്റെ കാരണം എന്താണ്? മെയിൻ 2 കാരണം. ഒന്ന് അസിഡിക് ആവണമെങ്കിൽ H+ പ്രോട്ടോൺ കൊടുക്കണം. H+ പ്രോട്ടോൺ കൊടുക്കുന്ന അതാണ് ഫീനോൾസിന്റെ റെസനേറ്റിംഗ് സ്ട്രക്ചർ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നത്. പിന്നെ പറഞ്ഞത് എന്താണ്? നമ്മുടെ ഫീനോക്സൈഡ് അയോൺ, നമ്മൾ അയണൈസേഷൻ നടക്കുമ്പോൾ ഫീനോക്സൈഡ് അയോൺ എന്താണ്? ഫീനോക്സൈഡ് അയോൺ മോർ സ്റ്റേബിൾ. അതെന്തുകൊണ്ട്? അവിടെയും റെസനേറ്റിംഗ് സ്ട്രക്ചർ അല്ലെങ്കിൽ എന്താണ് മോർ റെസനൻസ് നടക്കുന്നവരും എന്ത് സംഭവിക്കും? നമ്മുടെ ഫീനോക്സൈഡ് അയോൺ മോർ റെസനൻസ് നടക്കുന്നവരും നമ്മുടെ ഫീനോൾസ് മോർ അസിഡിക് ആണ് കാണിക്കുന്നത്. അപ്പം നമ്മൾ ആൽക്കഹോളിലെ ആൽക്കോക്സൈഡ് അയോൺ എന്താണ്? അവരെ ഈ ഓക്സിജനിൽ നെഗറ്റീവ് ചാർജ് ഓക്സിജനിൽ മാത്രമായിരിക്കും, അത് ആർക്കും കൊടുക്കൂല. അപ്പൊ അവർക്ക് എന്താണ്? റെസനേറ്റിംഗ് സ്ട്രക്ചറോ ഡീലോക്കലൈസേഷൻ ഒന്നും ഉണ്ടാവില്ല. നമ്മളെ ഫീനോൾസിന്റെ കേസിൽ എന്താണ്? അങ്ങനെയല്ല, അവർക്ക് ഫീനോക്സൈഡ് അയോൺ വഴിയാവും. അതുപോലെ തന്നെ ഫീനോളിൽ തന്നെ എന്താണ്? ഫീനോളിൽ ബെൻസിൻ റിംഗ് ഒരു ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പും നമ്മൾ OH ബോണ്ട് എന്താണ്? മോർ പോളർ. ആൽക്കഹോളിന്റെ കാട്ടും മോർ പോളർ ആണ് OH ബോണ്ടും. അങ്ങനെയുള്ള കാരണത്താൽ എന്ത് നമ്മൾ പറയും? ഫീനോൾസ് മോർ അസിഡിക് ദാൻ ആൽക്കഹോൾ. പക്ഷെ ഏറ്റവും കൂടുതൽ അസിഡിറ്റി കാർബോക്സിലിക് ആസിഡ്, കാർബോണിക് ആസിഡ്, പിന്നെ നമ്മളെ ഫീനോള്, ഏറ്റവും ലാസ്റ്റ് ആണ് ആൽക്കഹോൾ. ലാസ്റ്റിൽ നമുക്ക് നോക്കണ്ടേ ഈ അസിഡിറ്റി, അതായത് ഈ നമ്മളെ ഫീനോൾസിൽ ഓരോ സബ്സ്റ്റിറ്റ്യൂവൻസ് വരുമ്പോൾ ഈ അസിഡിറ്റിക്ക് എന്തൊക്കെ ചേഞ്ചസ് ആണ് വരുന്നത് നമുക്ക് നോക്കണ്ടേ. പൊതുവെ സബ്സ്റ്റിറ്റ്യൂവൻസിന്റെ കാര്യം പറയുമ്പോൾ നമ്മൾ എന്താ പറയാ? ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പിന്റെ കഥയും പറയും, ഇലക്ട്രോൺ റിലീസിങ് അല്ലെങ്കിൽ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പിന്റെ കഥയും പറയും. പക്ഷെ ഇവിടെ എന്താണ്? നമുക്ക് ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പിന്റെയും പറയണം, ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പിന്റെയും പറയണം. അതുകൂടാണ്ട് ഈ ഇലക്ട്രോൺ വിഡ്രോയിങ്ങിന്റെയും ഇലക്ട്രോൺ ഡൊണേറ്റിംഗിന്റെയും എന്താണ് പൊസിഷൻ, അവരെ പൊസിഷൻ കൊണ്ട് എങ്ങനെയാണ് ചേഞ്ച് വരുത്തുന്ന പറയണ്ടേ. അപ്പൊ ഇവിടെ എന്ന് വെച്ചാല് നമ്മൾ അസിഡിറ്റിക്ക് എങ്ങനെ ചേഞ്ച് വരുത്ത്? അതായത് അവരെ റെസണൻസ്, അതായത് നമ്മൾ ഫീനോളിന്റെ റെസണൻസിൽ ചേഞ്ച് വരുന്ന സമയത്ത്, അതായത് സബ്സ്റ്റിറ്റ്യൂവൻസ് വന്നിട്ട് റെസണൻസിൽ ചേഞ്ച് വരുമ്പോൾ അത് അസിഡിറ്റിക്ക് ചേഞ്ച് വരുത്ത്. നമുക്ക് ഓരോ കേസ് എങ്ങനെയാ നോക്കാം. അപ്പൊ ഫസ്റ്റ് പറയുന്നത് എന്താണ്? ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ആണ്. അപ്പൊ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ തന്നെ അറിയാം എന്താണ്? അവർ ഇലക്ട്രോൺസ് എടുക്കുക ചെയ്യുക, വിഡ്രോ ചെയ്യുക ചെയ്യില്ല. അപ്പൊ അവർ എവിടെ നിന്നാ വിഡ്രോ ചെയ്യല്? ഒരു വിഡ്രോ ചെയ്യല് നമ്മുടെ ഫിനോക്സി ഓക്സിജൻ, നമുക്ക് ഓക്സിജൻ ഉണ്ടാവുമല്ലോ, നമ്മൾ ഫിനോൾ എന്താണ് OH ഉണ്ടാവുമല്ലോ. അപ്പൊ ഈ OH റെസണൻസ് സമയത്ത് എന്താ? O- അത് ഫിനോക്സി ഓക്സിജൻ. ഫിനോക്സി ഓക്സിജന് എന്ത് ചെയ്യും? ഇലക്ട്രോൺസ് വലിക്കുന്നതിനാണ് എന്ത് പറയല്? അങ്ങനെയാണ് ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ്സ് അസിഡിറ്റിയിൽ ചേഞ്ച് വരുന്നത്. അപ്പൊ ഇവര് എന്ത് ചേഞ്ചാ വരുന്നത് നമുക്ക് നോക്കാം. അതായത് നമ്മളെ NO ഗ്രൂപ്പോ CN ഗ്രൂപ്പോ അല്ലെങ്കിൽ ഏതെങ്കിലും ഹാലജൻ ഗ്രൂപ്പായ എന്താണ് ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ, ഇവരെന്ത് ചെയ്യും? ഇവര് നമ്മളെ റിങ്ങിൽ കയറിയിട്ട് നമ്മളെ റിങ്ങിൽ തന്നെ വിഡ്രോ മോർ ഇലക്ട്രോൺസ് ഫ്രം ദ ഫിനോക്സി ഓക്സിജൻ. അങ്ങനെ ഫിനോക്സി ഓക്സിജൻ അവർ ഇലക്ട്രോൺസ് എടുക്കുമ്പോൾ എന്താ സംഭവിക്കുക? H+ വേഗം പുറത്തേക്ക് പോകാൻ പറ്റും. H+ വേഗം പുറത്തേക്ക് പോകാൻ പറ്റുമ്പോൾ എന്താ സംഭവിക്കല്? H+ റിലീസ് ചെയ്യുമ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്? അസിഡിക് ക്യാരക്ടർ, അതായത് ലോറി ബ്രോൺസ്റ്റഡിൽ എന്താണ്? H+ ഡൊണേറ്റ് ചെയ്യുമ്പോൾ എന്താണ്? അസിഡിക് ക്യാരക്ടർ ഉണ്ടാവും. അപ്പം ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് എന്താ ചെയ്യുക? ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ഇൻക്രീസസ് ദ അസിഡിറ്റി. അതായത് ഇവര് നമ്മൾ ഓക്സിജൻ ആറ്റത്തിൽ എന്ത് ചെയ്യും? ഓക്സിജൻ ആറ്റത്തിലെ ഇലക്ട്രോൺ ഡെൻസിറ്റി കുറയും. ഓക്സിജൻ ആറ്റത്തിലെ ഇലക്ട്രോൺ ഡെൻസിറ്റി കുറക്കും. അങ്ങനെ ഇലക്ട്രോൺ ഡെൻസിറ്റി കുറക്കുമ്പോൾ എന്താവും? ഇലക്ട്രോൺ ഡെൻസിറ്റി കുറച്ചിട്ട് നമ്മളെ ഫീനോക്സൈഡ് അയോൺ ഉണ്ടാവുമല്ലോ, നമ്മുടെ ഫീനോക്സൈഡ് അയോണെ സ്റ്റെബിലൈസ് ചെയ്യും. എങ്ങനെ? ബൈ ഡിസ്പേഴ്സൽ ഓഫ് നെഗറ്റീവ് ഓൺ ഇറ്റ്. അങ്ങനെ നമ്മളെ ആസിഡിറ്റി കൂട്ടും. അപ്പൊ ഇതിൽ പിന്നെ ഒരു കാര്യം പറയേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ എത്രത്തോളം നമ്പർ ഓഫ് വിഡ്രോയിങ് ഗ്രൂപ്പ്സ് കൂട്ടുന്നു. ഇപ്പൊ നമ്മളെ ഫീനോൾസിൽ നമ്മൾ ഫീനോൾ എടുക്കാം. അപ്പൊ ഫീനോളിൽ നമ്മൾ കുറെ NO2 ആഡ് ചെയ്യുന്നത്. അപ്പൊ എത്രത്തോളം നമ്മൾ വിഡ്രോയിങ് ഗ്രൂപ്പ്സ് ആഡ് ചെയ്യുന്നത് അത്രത്തോളം അസിഡിറ്റി കൂടാ ചെയ്യല്. അപ്പൊ അതിനൊരു എക്സാമ്പിൾ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതെല്ലാം അധികം എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഇതിന്റെ ഓർഡർ, അതായത് 2,4,6 ട്രൈനൈട്രോഫിനോൾ, 2,4,6 ട്രൈനൈട്രോഫിനോളും 2,4 ഡൈനൈട്രോഫിനോളും, ഇതെന്താണ് 4 നൈട്രോഫിനോളും ഫിനോളും. അപ്പൊ ഈ ഒരു കേസിൽ അസിഡിറ്റി ചോദിച്ചാൽ ഏതായിരിക്കും കൂടുതൽ അസിഡിക്? ഞാൻ പറഞ്ഞു മോർ നമ്പർ ഓഫ് ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ്സ്. അപ്പം ഏത് ഗ്രൂപ്പിലാണ് കൂടുതൽ നമ്പർ ഓഫ് ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ഉള്ളത്?
ഇതില് എന്നോട്ട്. അപ്പൊ ഇവരെല്ലാം എന്ത് ചെയ്യും, ഇവരെല്ലാം ഇലക്ട്രോൺസ് വിഡ്രോ ചെയ്യുമ്പോൾ എന്താ നമ്മൾ H+ന് വേഗം പുറത്തു പോകാൻ പറ്റും. അതുകൊണ്ട് എന്തായിരിക്കും ഏറ്റവും കൂടുതൽ നമ്പർ ഓഫ് ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പിലേക്ക് കൂടുതൽ ആസിഡിറ്റി വരുന്നത്. അപ്പൊ ഈ 2,4 നൈട്രോഫിനോളിന്റെ വേറൊരു പേരാണ് പിക്രിക് ആസിഡ്. അപ്പൊ പിക്രിക് ആസിഡിനാണ് ഏറ്റവും കൂടുതൽ ആസിഡിറ്റി ഉള്ളത്, കാരണം കൂടുതൽ നമ്പർ വിഡ്രോയിങ് ഗ്രൂപ്പ്സിൽ. അത് കഴിഞ്ഞിട്ടായിരിക്കും 2,4 ഡൈനൈട്രോഫിനോൾ, അത് കഴിഞ്ഞിട്ടാണ് 4 നൈട്രോഫിനോൾ, അത് കഴിഞ്ഞിട്ടാണ് ഫീനോള്. ഇതാണ് ഇതിന്റെ ഒരു അസിഡിക് ഓർഡർ എന്ന് പറയാനുള്ളത്. ഇപ്പം ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് എല്ലാവർക്കും മനസ്സിലായല്ല. അപ്പൊ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഇലക്ട്രോൺ ഡെൻസിറ്റി ഉണ്ടല്ലോ, അപ്പൊ നമ്മൾ ഇലക്ട്രോൺ ഡെൻസിറ്റി നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും നമ്മളെ അസിഡിറ്റിയില്. ഇപ്പൊ ഇതിലെങ്ങനെ, ഇതിൽ നമ്മൾ ഓക്സിജൻ ആറ്റത്തിന്റെ ഇലക്ട്രോൺ ഡെൻസിറ്റി കുറയല്ലേ ചെയ്യുന്നത്. ഇലക്ട്രോൺ ഡെൻസിറ്റി കുറയുമ്പോൾ എന്തായിരിക്കും നമ്മളെ അസിഡിറ്റി കൂടുതലായിരിക്കും. അപ്പൊ അങ്ങനെ ചിന്തിക്കാം. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും എന്താണ് ഇലക്ട്രോൺ റിലീസിങ് ഗ്രൂപ്പ്. എപ്പോഴും അങ്ങനെയല്ലേ, വിഡ്രോയിങ്ങിന്റെ നേരെ ഓപ്പോസിറ്റ് അല്ല ഇലക്ട്രോൺ റിലീസിങ് ഗ്രൂപ്പ് ഉണ്ടാവാം. ഈ ഇലക്ട്രോൺ റിലീസിങ് ഗ്രൂപ്പ് അല്ലെങ്കിൽ എന്താണ് +I ഗ്രൂപ്പ്. ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് എന്തായിരുന്നു, -I ഗ്രൂപ്പ് ആണ്. അപ്പൊ ഇലക്ട്രോൺ റിലീസിങ് അല്ലെങ്കിൽ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ്സ് ഏതൊക്കെയാണ്, NH3 അല്ലെങ്കിൽ നമ്മൾ ആൽക്കലി അല്ലെങ്കിൽ OH ഗ്രൂപ്പ്, അതെല്ലാം ഇലക്ട്രോൺ റിലീസിങ് അല്ലെങ്കിൽ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഇവരെന്ത് ചെയ്യും, നമ്മളെ റിങ്ങിലേക്ക് ഇലക്ട്രോൺസിനെ ഡൊണേറ്റ് ചെയ്യും. പക്ഷെ അങ്ങനെ ഡൊണേറ്റ് ചെയ്തിട്ട് നമുക്ക് കാര്യമില്ല. അങ്ങനെ ഡൊണേറ്റ് ചെയ്യുമ്പോൾ എന്താണ്, നമ്മൾ ഓക്സിജൻ ആറ്റത്തിൽ ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടുക. ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടെങ്കിൽ എന്താണ് H+ പോവില്ല. നമുക്ക് എന്താണ്, നമുക്ക് H+ന് പോകണം. H+ പോയാലേ നമുക്ക് അസിഡിക് ക്യാരക്ടർ ഉണ്ടാവും, നല്ലോണം അസിഡിക് ക്യാരക്ടർ ഉണ്ടാവും. അപ്പൊ ഇവരെന്ത് ചെയ്യും, ഇവർ ഇലക്ട്രോൺ ഡെൻസിറ്റി ഓക്സിജൻ ആറ്റത്തിൽ കൂട്ടും. അങ്ങനെ കൂട്ടുമ്പോൾ എന്ത് ചെയ്യും, നമ്മളെ ഫീനോക്സൈഡ് അയൺ എന്ത് ചെയ്യും, ഡീസ്റ്റെബിലൈസ് ചെയ്യും. സ്റ്റെബിലൈസേഷൻ നടക്കൂല, കാരണം എന്താ, അവിടെ കൂടുതൽ ചാർജ് ഉണ്ട്. അപ്പൊ കൂടുതൽ ചാർജ് ഉണ്ടാകുമ്പോൾ എന്താണ്, സ്റ്റെബിലൈസേഷൻ നടക്കൂല. അങ്ങനെ എന്ത് ചെയ്യും, നമ്മളെ ചാർജ് റെസൊണൻസ് നടക്കൂല, അങ്ങനെ ചാർജ് ഡീക്വലൈസേഷൻ നടക്കൂല. അങ്ങനെ എന്ത് സംഭവിക്കും, ഡിക്രീസസ് ദ അസിഡിറ്റി. അപ്പൊ നേരത്തെ പറഞ്ഞ എത്രത്തോളം റിലീസിങ് ഗ്രൂപ്പ് കൂടുന്നു അത്രത്തോളം അസിഡിറ്റി കുറയാ ചെയ്യല്. അപ്പൊ നമ്മൾ എന്ത് പറഞ്ഞു, നമ്മളെ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പും പറഞ്ഞു, ഇലക്ട്രോൺ റിലീസിങ് ഗ്രൂപ്പും പറഞ്ഞു. ഇലക്ട്രോൺ റിലീസിങ് ഒരു എക്സാമ്പിൾ ആണ് പാരാക്രിസോൾ ആണ് ലെസ് അസിഡിക് ദാൻ ഫീനോൾ. ഫീനോൾ ആണ് മോർ അസിഡിക്. കാരണം എന്താ, പാരാക്രിസോൾ എന്ന് വെച്ചാൽ എന്താ, പാരാ പൊസിഷനിൽ അവർക്ക് എന്നിട്ട് CH3 ഉണ്ട്, ഒരു മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്. പാരാ പൊസിഷനിൽ CH3 ഒരു മീഥൈൽ ഗ്രൂപ്പ് വരുന്നുണ്ടെങ്കിൽ എന്താ നമ്മൾ പറയല്, വിഡ്രോയിങ് ഗ്രൂപ്പ് ഉണ്ടല്ലോ. അപ്പൊ ഫീനോളിന് ഇപ്പൊ വിഡ്രോയിങ് ഗ്രൂപ്പ് ഒന്നും ഇല്ലല്ലോ. അപ്പൊ എന്താണ്, ഫീനോൾ ആയിരിക്കും മോർ അസിഡിക്. ഇനി അടുത്തത് ഞാൻ പറഞ്ഞു, മൂന്നാമത് നമുക്കൊരു കേസ് പഠിക്കാണ്ട് എന്താണ്, എഫക്ട് ഓഫ് പൊസിഷൻ ഓഫ് സബ്സ്റ്റിറ്റ്യൂവൻസ്. അതായത് ഈ ഇലക്ട്രോൺ വിഡ്രോയിങ് ഇലക്ട്രോൺ റിലീസിങ് ഗ്രൂപ്പ് നമ്മളെ ബെൻസീൻ റിംഗ്, നമ്മളെ ആരോമാറ്റ് റിംഗിന്റെ പൊസിഷൻ ഏത് പൊസിഷനിൽ വരുന്നത് അതനുസരിച്ചിട്ട് എന്താണ് നമ്മളെ അസിഡിറ്റിയുടെ കാര്യത്തിൽ തീരുമാനം വരും. അപ്പൊ എങ്ങനെയാണ് അത് വരുന്നത്, അതായത് നമ്മൾ ഏത് ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് ആണെങ്കിലോ അല്ലെങ്കിൽ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ആണെങ്കിലോ കൂടുതൽ അസിഡിറ്റി ആണെങ്കിൽ രണ്ട് സ്ഥലത്താണ്. ഏതൊക്കെയാണ്, പാരയിലും ഓർത്തോ പൊസിഷനിലും ആണ് എന്താണ് കൂടുതൽ ഇത് കാണിക്കല്. പാരയിലും ഓർത്തോ പൊസിഷനിലും ആണ് കൂടുതൽ അസിഡിറ്റി കാണിക്കല്. അതെന്തുകൊണ്ട് എന്ന് വെച്ചാൽ നമുക്കിപ്പം ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. അതായത് ഈ ഒരു എക്സാമ്പിൾ നോക്കാം. നമുക്ക് നൈട്രോഫിനോളിന്റെ എക്സാമ്പിൾ എടുക്കാം. അപ്പൊ നൈട്രോഫിനോൾ എന്താണ്, നൈട്രോഫിനോൾ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ആണ്. നൈട്രോഫിനോൾ വെച്ചിട്ട് നമുക്ക് എന്ത്, പാരാനൈട്രോഫിനോൾ, ഓർത്തോ നൈട്രോഫിനോൾ, മെറ്റാ നൈട്രോഫിനോൾ, ഫീനോള്. ഈ പാരാനൈട്രോഫിനോൾ എന്താണ്, ഇതല്ല നമ്മളെ പാരാ പൊസിഷൻ. അടുത്ത ഇത് ഓർത്തോ, മെറ്റാ, പാര. അതെല്ലാവർക്കും അറിയാലോ, ഞാൻ പറഞ്ഞതിന്റെ ആവശ്യമില്ലല്ലോ. ഓർത്തോ വെച്ചാൽ ഓർത്തോന്റെ അടുത്ത് NO2 ഗ്രൂപ്പ് വരും. മെറ്റാ എന്ന് വെച്ചാൽ എന്താണ്, മെറ്റാ പൊസിഷൻ. മെറ്റാ പൊസിഷനിൽ NO2 ഗ്രൂപ്പ് വരും. പാര എന്ന് വെച്ചാൽ പാരാ പൊസിഷനിൽ നമുക്ക് NO2 ഗ്രൂപ്പ് വരും. അങ്ങനെ എന്താണ് പാരാനൈട്രോഫിനോൾ, ഓർത്തോ നൈട്രോഫിനോൾ, മെറ്റാ നൈട്രോഫിനോൾ, അവസാനം നമ്മളെ ഫീനോൾ. അപ്പൊ ഈ കേസിൽ ഏറ്റവും കൂടുതൽ അസിഡിക് എന്ന് പറയുന്നത് പാരാനൈട്രോഫിനോൾ ആണ്. എന്തുകൊണ്ട്, നമുക്ക് നോക്കാം എന്തുകൊണ്ടാണെന്ന്. ശരിക്കും എന്ന് വെച്ചാൽ നമ്മൾ നൈട്രോഫിനോൾ NO2 എന്നാണ് ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ആണ്. ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് എന്താ ചെയ്യുക, ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ഇൻക്രീസസ് ദ അസിഡിറ്റി. അപ്പൊ അവർ എങ്ങനെയാ ഇൻക്രീസ് ചെയ്യുന്നത്, അവർ ഇൻക്രീസ് ചെയ്യാൻ രണ്ട് റീസൺ ഉണ്ട്. ഒന്നെന്താണ്, ഒന്ന് റെസൊണൻസ് കാരണം, ഒന്നെന്താണ് അവരെ വിഡ്രോയിങ് എഫക്ട് കാരണം, അവരെ -I എഫക്ട് കാരണം എന്താണ് നമുക്ക് ഇലക്ട്രോൺസ് വിഡ്രോ ചെയ്യും. അതായത് നമ്മളെ റിംഗിൽ നിന്ന് എന്ത് ചെയ്യും, ഇലക്ട്രോൺസ് ഇവര് വിഡ്രോ ചെയ്യും. അങ്ങനെയാണ് NO2 ഇതാക്കുന്നത്. NO2 എങ്ങനെയാണ് ഇലക്ട്രോൺസ് വിഡ്രോ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ പാരാനൈട്രോഫിനോളിന്റെ കേസ് നോക്കുമ്പോൾ പാരാനൈട്രോഫിനോളിൽ -R -I എഫക്റ്റും ഉണ്ട്. അതുപോലെ തന്നെ ഓർത്തോന്റെ കേസിലും -R -I എഫക്റ്റ് ഉണ്ട്. പക്ഷെ മെറ്റാന്റെ കേസിൽ എന്താണ്, റെസൊണൻസ് നടക്കൂല. അതാണ് ഇവിടെ ചേഞ്ച് വരുന്നത്. അതായത് മെറ്റാ പൊസിഷനിൽ വരുന്ന ഒന്നിലും റെസൊണൻസ് പോസിബിൾ അല്ല. അതുകൊണ്ട് എന്താ, അപ്പൊ ഇതിൽ -I എഫക്റ്റ് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ അതടക്കട്ടെ. അടുത്ത ഞാൻ എന്ത് പറഞ്ഞേ, അപ്പൊ ഇപ്പം -I എഫക്റ്റ് അതിലില്ലല്ലോ. -I എഫക്റ്റ് അതിലില്ലെങ്കിൽ അതിലെന്താണ്, സോറി, അതിൽ -I എഫക്റ്റ് മാത്രമേ ഉള്ളൂ. അതായത് നമ്മളെ റെസൊണൻസ് എഫക്റ്റ് ഇല്ല. നമ്മളെ റെസൊണൻസ് എഫക്റ്റ് ഇല്ലാത്തതുകൊണ്ട് എന്താണ്, റെസൊണൻസ് എഫക്റ്റും ഇൻഡക്റ്റീവ് എഫക്റ്റും ഒന്നിച്ചുണ്ടെങ്കിലാണ് വിഡ്രോയിങ് ഏറ്റവും കൂടുതൽ. അപ്പൊ ഇതിൽ ഒന്ന് മാത്രമേ ഉള്ളൂ. ഒന്ന് മാത്രം ഉണ്ടെങ്കിൽ എന്താണ്,
വിഡ്രോയിങ് കുറവായിരിക്കുമല്ലോ, കാരണം രണ്ടും ഇല്ലല്ലോ, ഒന്നല്ലേല്ലോ. അപ്പം അത് വിഡ്രോയിങ് കുറവായിരിക്കും, അതവിടെ നിൽക്കട്ടെ. അപ്പൊ അതായിരിക്കും ഏറ്റവും ലാസ്റ്റ് അവിടെ നിൽക്കുന്നത്, അതവിടെ നിൽക്കട്ടെ. അടുത്തത് എന്താണ്? അടുത്തത് നമുക്ക് ഓർത്തോ ബാക്കിയുണ്ട്, പാരാവും ബാക്കിയുണ്ട്. ഫീനോളിന്റെ കേസ് ഞാൻ പറയണ്ടല്ല. ഫീനോളിന്റെ കേസിൽ നമുക്ക് എന്താണ് വിഡ്രോയിങ് ഗ്രൂപ്പേ ഇല്ല. ഫീനോളിന്റെ കേസിൽ വിഡ്രോയിങ് ഗ്രൂപ്പ് ഇല്ലാത്തതുകൊണ്ട് എന്താണ് ഫീനോള് പ്ലെയിൻ അല്ലേ, അപ്പൊ ഫീനോളായിരിക്കും ഏറ്റവും ഒന്നും ഇല്ലാത്ത എന്താണ് ഏറ്റവും ലെസ് അസിഡിക്. അതിനുശേഷം എന്ത് വരും? അതിനുശേഷം മെറ്റ വരും. മെറ്റാൽ എന്താണ്? മെറ്റാൽ ഒരു എഫക്റ്റ് ഉണ്ടല്ല, -I എഫക്റ്റ് ഉണ്ടല്ല. -I എഫക്റ്റ് ഉണ്ടായതുകൊണ്ട് ഫീനോളിനെ കാട്ടും കുറച്ച് അധികം മെറ്റ ആയിരിക്കും. അടുത്ത നമുക്ക് ഡൗട്ട് വരുത്ത് ഓർത്തോ ആണോ പാരോ ആണോ? കാരണം രണ്ടേത്തിലും എന്താണ്, രണ്ടേത്തിലും ഇൻഡക്റ്റീവ് എഫക്റ്റും ഉണ്ട്, റെസണൻസ് എഫക്റ്റും ഉണ്ട്. ഇൻഡക്റ്റീവ് എഫക്റ്റ് രണ്ടും ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു രണ്ടും ഉണ്ടെങ്കിൽ എന്താണ് ഇലക്ട്രോൺസ് വിഡ്രോ ചെയ്യുമല്ല. അപ്പം അവിടെ നമ്മൾ എന്താ നോക്കേണ്ടതെന്ന് വെച്ചാൽ അവിടെ നമുക്ക് ഒരു പോയിന്റ് പഠിക്കാനുള്ളത് എന്ന് വെച്ചാൽ ഇൻട്രാമോളിക്കുലർ ബോണ്ടിങ്. അപ്പൊ നമ്മള് ഓർത്തോന്റെ കേസ് എടുക്കാം. അപ്പൊ ഈ ഓർത്തോന്റെ കേസിൽ എന്താണ് നമ്മൾ OH-ഉം NO2-ഉം എന്താണ് അടുത്തടുത്താണ്. അപ്പൊ OH-ഉം NO2-ഉം അടുത്തായോണ്ട് എന്ത് സംഭവിക്കും? ഇവിടെ ഇവരെ ഒരു ഹൈഡ്രജൻ ബോണ്ട് ഇവിടെ പോയിട്ട് എന്ത് ചെയ്യും? അതായത് ഒരു ഹൈഡ്രജൻ ബോണ്ട് ഇങ്ങനെ എന്താണ് ഇൻട്രാമോളിക്കുലർ ബോണ്ട് ഫോം ചെയ്യും. ഇവരെങ്ങനെ ഇൻട്രാമോളിക്കുലർ ബോണ്ട് H ഫോം ചെയ്യുന്നതുകൊണ്ട് എന്താ സംഭവിക്കുക? അങ്ങനെ ഇവരടുത്തായോണ്ടാണ് ഈ നടക്കുന്നത്. ഈ NO2 ഓർത്തോ പൊസിഷനിലായോണ്ടും നമ്മൾ ഫീനോളിന്റെ അടുത്ത് നമ്മൾ OH ഗ്രൂപ്പിന്റെ അടുത്തായോണ്ട് എന്താണ് ഇവിടെ ഇൻട്രാമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ട് നടക്കും. അപ്പൊ എന്താണ് ഇവർ H-ന് കൊടുക്കാൻ വേണ്ടി ഇവർക്ക്, അതായത് പ്രോട്ടോണിനെ റിലീസ് ചെയ്യാൻ ഇവർക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ നമുക്ക് ആസിഡിക് ആവണമെങ്കിൽ എന്താണ് പ്രോട്ടോണെ കൊടുക്കണം. ഇവിടെ ഇപ്പൊ പ്രോട്ടോണെ കൊടുക്കാൻ പറ്റുന്നില്ല, കാരണം എന്താ ഇവിടെ ഒരു ഇൻട്രാമോളിക്കുലർ ബോണ്ട് വന്നല്ല. അതുകൊണ്ട് നമ്മൾ ഓർത്തോ എന്ത് ചെയ്യും? ഓർത്തോനെക്കാളും എന്താണ് പാരയായിരിക്കും കൂടുതൽ അസിഡിക്. അങ്ങനെയാണ് പാരാ നൈട്രോഫിനോൾ ഏറ്റവും മോസ്റ്റ് അസിഡിക്. അത് കഴിഞ്ഞിട്ട് ഓർത്തോ, അത് കഴിഞ്ഞിട്ട് മെറ്റ, അത് കഴിഞ്ഞിട്ട് ഫിനോൾ. പിന്നെ റീസൺ എന്തായിരുന്നു? ഇവിടെ റീസൺ പറഞ്ഞാൽ ഇവിടെ രണ്ട് എഫക്റ്റ് ഉണ്ട്. ഈ രണ്ടിലും രണ്ട് എഫക്റ്റ് ഉണ്ട്. ഏതൊക്കെയാണ്? റെസണൻസ് എഫക്റ്റ് ഉണ്ട്, ഇൻഡക്റ്റീവ് എഫക്റ്റ് ഉണ്ട്. പക്ഷെ ഇവിടെ എന്താണ് ഇവിടെ ഹൈഡ്രജൻ ബോണ്ടിങ്, അതായത് ഓർത്തോയിൽ ഹൈഡ്രജൻ ബോണ്ടിങ് നടക്കുന്നത്. ഏതാണ്? നമ്മളെ ഈ OH വിത്ത ഹൈഡ്രജനും NO2 വെച്ചിട്ട് എന്താണ് ഒരു ഹൈഡ്രജൻ ബോണ്ടിങ് നടക്കുന്നുണ്ട്. അതായത് ഇവർ അടുത്തടുത്തായോണ്ട് അതും അപ്പൊ എന്താണ് H-നെ റിമൂവ് ചെയ്യാൻ എന്താണ് H+ പ്രോട്ടോണെ റിമൂവ് ചെയ്യാൻ ഇവർക്ക് പണിയായോണ്ട് എന്താണ് അതുകൊണ്ടാണ് ഇത് പാരനേക്കാളും ലെസ് ആസിഡിക് ഓർത്തോ എന്ന് പറയില്ല. കാരണം മെറ്റയിൽ എന്തുകൊണ്ട്? മെറ്റയിൽ കാരണം ഒരു എഫക്റ്റ് മാത്രമേ ഉള്ളൂ, അതിൽ റെസണൻസ് എഫക്റ്റ് ഇല്ല. മെറ്റാപോസിഷനിലെ റെസണൻസ് എഫക്റ്റ് നടക്കൂല. അതുകൊണ്ട് എന്താണ് ഓർത്തോ കഴിഞ്ഞിട്ട് പാര കഴിഞ്ഞിട്ട് ഓർത്തോ കഴിഞ്ഞിട്ട് മെറ്റ വരുന്നത്. പിന്നെ വരുന്നത് ഏറ്റവും ലീസ്റ്റ് ആസിഡിക് ഫീനോള് വരുന്നത് ഈ ഒരു കേസിൽ. കാരണം എന്താ? ഫീനോളില് വിഡ്രോയിങ് ഗ്രൂപ്പ് ഒന്നുമില്ല. സോ ഇങ്ങനെയാണ് എന്താണ് എഫക്റ്റ് ഓഫ് പൊസിഷൻ ഓഫ് സബ്സ്റ്റിറ്റ്യൂവൻസിന്റെ കേസിൽ നമുക്ക് പറയാനുള്ളത്. അപ്പം ഞാൻ ഇതിലിപ്പോ പറഞ്ഞ ആസിഡിറ്റി ഓർഡർ നമ്മൾ എങ്ങനെയാ പറയാ? M നൈട്രോഫിനോള് ഏറ്റവും കുറവ്, അതായത് മെറ്റാ നൈട്രോഫിനോൾ ഏറ്റവും കുറവ്, പിന്നെ ഓർത്തോ നൈട്രോഫിനോള്, പിന്നെ പാരാ. ഏറ്റവും സ്ട്രോങ് ഏതാണ്? പാരാ നൈട്രോഫിനോള്. അടുത്ത നമുക്ക് നോക്കാനുള്ളത് വേറൊരു ഓർഡർ ആണ്, അതായത് ക്രസോളിന്റെ കേസാണ്. അപ്പൊ ഈ ക്രസോൾ വെച്ചാൽ എങ്ങനെയാണ്? ഇതും ഒരു എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ഓർഡർ ആണ്. അധികവും ഈ ഒരു ഭാഗത്ത് നിന്ന് ചോദിക്കല് ഈ അസിഡിറ്റി ഓർഡറിനെ പറ്റിയിട്ട്. കാരണം കുറച്ച് ഇങ്ങനെ കുറെ കാര്യങ്ങൾ പറയുന്നതുകൊണ്ട് കുറച്ച് കൺഫ്യൂഷൻ ആയിരിക്കും. അപ്പം അതാ ഞാൻ എല്ലാ പോയിന്റും എടുത്തിട്ട് പറയുന്നത്. അപ്പൊ ക്രസോളിന്റെ കേസ് ചോദിക്കുകയാണെങ്കിൽ ഈ ക്രസോൾ എന്താണ്? ക്രസോൾ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് അല്ലെങ്കിൽ ഇലക്ട്രോൺ റിലീസിങ് ഗ്രൂപ്പ് ആണ്. അപ്പൊ ഇവര് എങ്ങനെയാണ്? ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് എങ്ങനെ? റെസണൻസ് എഫക്റ്റും ഇൻഡക്റ്റീവ് എഫക്റ്റും വെച്ചിട്ടാണ്, അല്ലെങ്കിൽ റെസണൻസ് എഫക്റ്റും -I എഫക്റ്റും വെച്ചിട്ടാണ് ഇവർ ഇലക്ട്രോൺസ് വിഡ്രോ ചെയ്യല്. അപ്പം ഇലക്ട്രോൺ റിലീസിങ് അല്ലെങ്കിൽ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് എങ്ങനെയാണ് ഡൊണേറ്റ് ചെയ്യല്? അവർ ചൂസ് ചെയ്യല് ഹൈപ്പർ കോൺജുഗേഷൻ എഫക്റ്റും പിന്നെന്താണ് +I എഫക്റ്റും യൂസ് ചെയ്തിട്ടാണ്. അപ്പൊ ഇവിടെ ഇപ്പൊ നമ്മളെ അസിഡിറ്റി ഓർഡറിന്റെ കേസ് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ അസിഡിക് നമ്മള് മെറ്റാക്രസോൾ ആണെന്ന് പറയുന്നത്. അപ്പൊ മെറ്റാക്രസോൾ എന്ന് വെച്ചാൽ എന്താണ്? മെറ്റാക്രസോൾ എന്ന് വെച്ചാൽ ഈ NO2ന്റെ ബദൽ എന്താണ്? ഇവിടെ CH3. ഓക്കെ, അപ്പൊ ഇതാണ് മെറ്റാക്രസോൾ. NO2ന്റെ ബദൽ CH3 വന്നാൽ മെറ്റാക്രസോൾ. അതുപോലെ തന്നെ ഓർത്തോക്രസോൾ എന്തായിരിക്കും? ഇവിടെ CH3 വരുന്നത്. അതുപോലെ പാര വെച്ചാൽ ഇവിടെ CH3 വരുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് ക്രസോളിന്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയാനുള്ളത്. അപ്പം ഇവിടെ എന്ത് ഞാൻ പറഞ്ഞു? മെറ്റാക്രസോൾ ആണ് കൂടുതൽ അസിഡിറ്റി കൂടുതൽ അസിഡിറ്റി കാണിക്കുന്നത്. അതിന് കാരണം എന്താണ്? കാരണം അവിടെ ഒരു എഫക്റ്റ് മാത്രമേ ഉള്ളൂ, അതായത് അവിടെ ഹൈപ്പർ കോൺജുഗേഷൻ എഫക്റ്റ് ഇല്ല, വെറും +I എഫക്റ്റ് മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ +I എഫക്റ്റ് മാത്രം ആയതുകൊണ്ട് എന്താണ് ഇലക്ട്രോ വിഡ്രോ ചെയ്യുന്നത് കുറവായിരിക്കുമല്ലോ. ബാക്കി രണ്ട് ഗ്രൂപ്പിൽ രണ്ട് എഫക്റ്റ് ഉണ്ട്, ഹൈപ്പർ കോൺജുഗേഷൻ എഫക്റ്റും ഉണ്ട്, അപ്പോൾ തന്നെ +I എഫക്റ്റും ഉണ്ട്. അപ്പൊ രണ്ടും ഉണ്ടായതുകൊണ്ട് എന്താണ് അവരെന്താണ് അസിഡിറ്റി കുറവായിരിക്കും. മെറ്റയിൽ എന്താണ്? നമ്മളെ നേരത്തെ പറഞ്ഞ നൈട്രോഫിനോളിന്റെ കേസിൽ ഇലക്ട്രോൺ
വിഡ്രോയിങ് ഗ്രൂപ്പ് ആയിരുന്നു നൈട്രോഫിനോൾ. ഇപ്പൊ നമ്മൾ പറയുന്നത് ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് റിലീസിംഗ് ഗ്രൂപ്പായ ക്രസോളിന്റെ കാര്യം, ആൽക്കൈൽ ഗ്രൂപ്പാണ് അവിടെ വരുന്നത്. അപ്പൊ ഇവിടെ ഇപ്പം ഒരു എഫക്റ്റ് മാത്രമേ ഇലക്ട്രോൺ വിഡ്രോ ചെയ്തില്ല. അപ്പൊ ഒരു എഫക്റ്റ് യൂസ് ചെയ്തിട്ട് അതിനെ പ്ലസ് ഐ എഫക്റ്റ് യൂസ് ചെയ്തിട്ടാണ് എന്താണ് ഇലക്ട്രോൺസ് ഡൊണേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇലക്ട്രോൺസ് ഒരു എഫക്റ്റ് മാത്രം വെച്ച് ഡൊണേറ്റ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ അതിനെ പറയുന്നത് അതായിരിക്കും കൂടുതൽ മോർ അസിഡിക് എന്ന്. ബാക്കി രണ്ടും എന്താണ് ലെസ് അസിഡിക് ദാൻ മെറ്റാക്രസോൾ ആയിരിക്കും. അപ്പം അതില് ഏതായിരിക്കും, അതില് കൂടുതൽ നമുക്ക് പറയല് നമ്മളെ ഓക്രസോൾ അല്ലെങ്കിൽ ഓർത്തോക്രസോൾ ആണ് ഏറ്റവും ലീസ്റ്റ് അസിഡിക്. അതിന് കാരണം എന്താ, രണ്ടെണ്ണത്തിലും സെയിം ഉണ്ട്. രണ്ടെണ്ണത്തിലും എന്തുണ്ട്, രണ്ടെണ്ണത്തിലും രണ്ട് എഫക്റ്റ് ഉണ്ട്. ഹൈപ്പർ കോൺജുഗേഷൻ എഫക്റ്റും ഉണ്ട്, അതുകൂടാണ്ട് എന്താണ് നമ്മളെ ഇലക്ട്രോൺ റിലീസിങ് എഫക്റ്റ് ആയ പ്ലസ് ഐ എഫക്റ്റും രണ്ടിലും ഉണ്ട്. പക്ഷെ അതിൽ കൂടുതലുള്ളത് ഓർത്തോക്രസോളിൽ എന്താണ് പ്ലസ് ഐ എഫക്റ്റ് കൂടുതലാണ്. കാരണം എന്താ, ഈ ഓർത്തോ പൊസിഷനിൽ എന്താണ് CH3യുടെ അടുത്തല്ലേ, CH3യുടെ അടുത്തായോണ്ട് അവര് വേഗം ഇലക്ട്രോൺസ് വിഡ്രോ ചെയ്യും. അവർക്ക് ഡിസ്റ്റൻസ് ഇല്ലല്ലോ. ഇപ്പൊ പാരാന്റെ കേസിൽ പാരാക്രസോൾ ആണെങ്കിൽ എന്താണ്, പാരാക്രസോൾ ആണെങ്കിൽ ഇവർക്ക് ഇത്ര ഡിസ്റ്റൻസ് ബാക്കിയുണ്ട്. ഇത്രയും ഡിസ്റ്റൻസ് ഇലക്ട്രോൺസ് വിഡ്രോ ചെയ്യുന്ന കീഴുന്നല്ലേ വേഗം വിഡ്രോ ചെയ്യുക. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഓർത്തോക്രസോൾ ആയിരിക്കും ഏറ്റവും ലീസ്റ്റ് അസിഡിക്. കാരണം എന്താ, കാരണം അവര് ഈ ഇലക്ട്രോൺസ് നല്ലോണം വിഡ്രോ ചെയ്യും, അവർക്ക് അടുത്തുനിന്ന് വേഗം വിഡ്രോ ചെയ്യും. അതുകൂടാണ്ട് എന്താണ് അവർക്ക് ഹൈപ്പർ കോൺജുഗേഷൻ എഫക്റ്റും ഉണ്ട്. ഇപ്പുറത്ത് എന്താന്ന് വരുന്നത്, ഇപ്പുറത്ത് രണ്ടും ഉണ്ട്, ഇൻഡക്റ്റീവ് എഫക്റ്റും ഉണ്ട്, അപ്പോൾ തന്നെ എന്താണ് ഹൈപ്പർ കോൺജുഗേഷൻ ഉണ്ട്. പക്ഷെ ഇവിടെ ഇൻഡക്റ്റീവ് എഫക്റ്റ് കുറച്ച് കുറവായിരിക്കും. കാരണം എന്താ, ഇവിടെ നിന്ന് കുറച്ച് ഡിസ്റ്റൻസ് അധികം ഉണ്ടല്ല. അതുകൊണ്ടാണ് ഇവിടെ ഓർത്തോക്രസോൾ ഏറ്റവും ലീസ്റ്റ്, പിന്നെ പാരാക്രസോളും അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ അസിഡിറ്റി കാണിക്കുന്ന ഏതാണ് മെറ്റാക്രസോളും പറയാനുള്ള കാരണം. അപ്പൊ എല്ലാവർക്കും റീസൺ മനസ്സിലായിട്ടുണ്ടാവില്ല. ഞാൻ ഒന്നുകൂടിയും ഷോർട്ടായിട്ട് പറഞ്ഞുതരാം. നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായത് സബ്സ്റ്റിറ്റ്യൂവൻസിന്റെ കേസാണ്. അപ്പൊ നമ്മൾ കുറേ കാര്യങ്ങൾ പറഞ്ഞു സബ്സ്റ്റിറ്റ്യൂവൻസിന്റെ. ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് എന്താണ്, ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പിന്റെ കേസാണ്. അപ്പൊ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് എന്ന് വെച്ചാൽ എന്താണ്, അവർക്ക് മൈനസ് ഐ എഫക്റ്റ് ആയിരിക്കും ഉണ്ടാവില്ല. അതായത് ഇവരെന്ത് ചെയ്യും, ഇവർ ഇലക്ട്രോൺസ് വിഡ്രോ ചെയ്യും. ഇലക്ട്രോൺസ് എടുക്കുന്നപ്പോൾ നമുക്ക് എന്താ സംഭവിക്കുക, ഇവർ ഇലക്ട്രോൺസ് എടുക്കുന്നതുകൊണ്ട് അവർക്ക് H+ കൊടുക്കാൻ സാധിക്കും. അതായത് വേഗം പ്രോട്ടോണെ ഡൊണേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ വേഗം പ്രോട്ടോൺ പോകുന്നതുകൊണ്ട് എന്താ സംഭവിക്കുക, അപ്പൊ നമ്മളെ അസിഡിറ്റി കൂടും. അതായത് നമ്മളെ ഓക്സിജൻ ആറ്റത്തിലെ ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടും, ഇലക്ട്രോൺ ഡെൻസിറ്റി കുറയും. അങ്ങനെ ഇലക്ട്രോൺ ഡെൻസിറ്റി നമ്മൾ ഓക്സിജൻ ആറ്റത്തിൽ ഇലക്ട്രോൺ ഡെൻസിറ്റി കുറയുമ്പോൾ നമ്മൾ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പിൽ എന്താണ് സംഭവിക്കുക, ആസിഡിറ്റി കൂടും. ഈ 2 പോയിന്റ് ഓർത്ത് വെക്കാം. ഓക്കെ, ഈ 2 പോയിന്റ് മെയിൻ ആയിട്ട് ഓർത്ത് വെക്കാം. പിന്നെ ഓർത്ത് വെക്കേണ്ട പോയിന്റ് എന്ന് വെച്ചാൽ എത്രത്തോളം ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് കൂടുന്നു അത്രത്തോളം അസിഡിറ്റി കൂടും. ആദ്യത്തെ ഒരു മെയിൻ ക്വസ്റ്റ്യൻ ആണ് പിക്രിക് ആസിഡിന്റെ കേസ് വരുന്നത്. അല്ലെങ്കിൽ എന്താണ് 2,4,6 ട്രൈനൈട്രോഫിനോൾ. ഇതായിരിക്കും എന്താണ് കൂടുതൽ അസിഡിക്. കാരണം എന്താ, അവർക്കാണ് കൂടുതൽ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ഉള്ളത്. അതാണ് അടുത്ത കേസ്. ഇനി നമുക്ക് പറയാനുള്ളത് എന്താണ്, ഇലക്ട്രോൺ റിലീസിങ് അല്ലെങ്കിൽ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് അല്ലെങ്കിൽ പ്ലസ് ഐ എഫക്റ്റ്. അപ്പൊ ഇവരെന്താണ് ഈ ഗ്രൂപ്പിൽ എന്ത് ചെയ്യും, ഇലക്ട്രോൺസ് ആ റിംഗിലേക്ക് ഡൊണേറ്റ് ചെയ്യും. അപ്പൊ എന്താണ് ഇവർക്ക് H+ പുറത്ത് വിടാൻ പറ്റൂല, H+ പ്രോട്ടോൺ ആയിട്ട് പോവില്ല. അങ്ങനെ എന്താണ് ആസിഡിറ്റി കുറയും, ഡിക്രീസസ് ദ ആസിഡിറ്റി. അതുപോലെ തന്നെ വേറെ ഇലക്ട്രോൺ ഡെൻസിറ്റി എന്തായിരിക്കും, ഇലക്ട്രോൺ ഡെൻസിറ്റി ഇവിടെ കൂടാ ചെയ്യല്. എന്താണ് ഇൻക്രീസ് ഇലക്ട്രോൺ ഡെൻസിറ്റി ഇൻ ഓക്സിജൻ ആറ്റം. അപ്പൊ എന്താണ് ഡിക്രീസ് ദ ആസിഡിറ്റി. നേരത്തെ പോലെ തന്നെ കൂടുതൽ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ എന്താ സംഭവിക്കുക, ആസിഡിറ്റി കുറയാ ചെയ്യല്. അടുത്തത് നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂവൻസിന്റെ കേസാണ് പറയുന്നത്. അപ്പൊ സബ്സ്റ്റിറ്റ്യൂവന്റ് കേസിൽ മെയിൻ ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള ഒരു ചാൻസ് ആണ് ഈ പാരാനൈട്രോഫിനോൾ, ഓർത്തോ നൈട്രോഫിനോൾ, മെറ്റയും ഫീനോളും. അപ്പൊ ആ കേസിൽ നമുക്ക് നോക്കുമ്പോൾ എന്താണ്, നമ്മൾ നോക്കല് പാരയിലും ഓർത്തോയിലും ആണ് കൂടുതൽ സബ്സ്റ്റിറ്റ്യൂവൻസിന്റെ എന്ത് കാണല്, കൂടുതൽ അസിഡിറ്റി കാണിക്കല്. മെറ്റയിൽ കുറവാണ്. അതാണ് ഇതിൽ ഫസ്റ്റ് പറയുന്ന പോയിന്റ്. പിന്നെ നമ്മൾ നോക്കും, ഇത് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമ്മൾ എന്താ ഫസ്റ്റ് നോക്കിയത്, മെറ്റയിൽ എന്താണ്, മെറ്റയില് റെസൊണൻസ് എഫക്റ്റ് കാണിക്കൂല. അതായത് ഇൻഡക്റ്റീവ് എഫക്റ്റ് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇൻഡക്റ്റീവ് എഫക്റ്റ് മാത്രം ഉണ്ടായിട്ട് കാര്യമല്ലോ. ഈ ഇലക്ട്രോൺസ് വിഡ്രോ ചെയ്യണമെങ്കിൽ നമുക്ക് 2 എഫക്റ്റ് വേണം. ഏതാണ്, ഇൻഡക്റ്റീവ് എഫക്റ്റും വേണം, റെസൊണൻസ് എഫക്റ്റും വേണം. അതായത് ഏതൊക്കെയാ വേണ്ടത്, നമുക്ക് മൈനസ് ഐ എഫക്റ്റും വേണം, അതുകൂടാണ്ട് എന്താണ് റെസൊണൻസ് എഫക്റ്റും വേണം. അപ്പൊ നമ്മളെ മെറ്റയിൽ റെസൊണൻസ് എഫക്റ്റ് ഇല്ല, ഇൻഡക്റ്റീവ് എഫക്റ്റ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് അത് ലീസ്റ്റ് ആസിഡിക് പറയാനുള്ള കാരണം. ഫീനോൾ പിന്നെ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പേ ഇല്ല. ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ഇല്ലാത്തതുകൊണ്ട് ഫീനോൾ ഏറ്റവും കുറവ്. പിന്നെ വരുന്നത് മെറ്റ. പിന്നെ നമുക്ക് ഓർത്തോന്റെ കേസും പാരാന്റെ കേസും രണ്ടും ഉണ്ട്. അതായത് ഇൻഡക്റ്റീവ് എഫക്റ്റും ഉണ്ട്, റെസൊണൻസ് എഫക്റ്റും ഉണ്ട്. അപ്പൊ നമുക്ക് ഓർക്കേണ്ട ഒരു കാര്യം ഹൈഡ്രോജൻ ബോണ്ടിങ്ങിന്റെ കാര്യം. അപ്പൊ ഇവിടെ ഓർത്തോയില് അടുത്തായോണ്ട്, അതായത് നമ്മൾ OH ഗ്രൂപ്പിന്റെ അടുത്ത് NO2 ഗ്രൂപ്പ് ആയതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്, അടുത്തായോണ്ട് അവരൊരു ഹൈഡ്രോജൻ ബോണ്ട്, ഇൻട്രാമോളിക്കുലർ ഹൈഡ്രോജൻ ബോണ്ട് ഫോം ചെയ്യും. അതുകൊണ്ട് H+ കൊടുക്കാനായിരിക്കും കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് എന്താണ് നമ്മുടെ പാരാനൈട്രോഫിൻ, ഇവിടെ NO2 ഗ്രൂപ്പ് കുറച്ച് ഡിസ്റ്റൻസിലല്ലേ ഉള്ളത്. അപ്പൊ എന്താണ് ഇവർ ഹൈഡ്രോജൻ ബോണ്ട് ഒന്നും ഫോം ചെയ്യില്ല, അങ്ങനെ വേഗം ഒന്നും
അതുകൊണ്ട് പാരാനൈട്രോഫിനോൾ ഏറ്റവും കൂടുതൽ സ്റ്റേബിൾ ഈ ഒരു കേസിൽ വരുന്നത്. അടുത്ത പിന്നെ ഒരു എഫക്റ്റും ഒരു കേസും കൂടെ പറയുന്നത് ക്രസോളിന്റെ കേസിലാണ്. അപ്പൊ ക്രസോളിന്റെ കേസിൽ എന്താണ് ക്രസോൾ എന്താണ് ഇലക്ട്രോൺ റിലീസിങ് ഗ്രൂപ്പാണ്. ഇലക്ട്രോൺ റിലീസിങ് എന്ന് വെച്ചാൽ എന്താണ് +I എഫക്റ്റ് ആണ് ഇവർ കാണിക്കുക. അപ്പം ഇതിൽ ഇലക്ട്രോൺസ് റിലീസിങ് ഡൊണേറ്റിംഗ് ഗ്രൂപ്പിൽ അത് കാണിക്കണമെങ്കിൽ എന്ത് വേണം? +I എഫക്റ്റ് വേണം, ഹൈപ്പർ കോൺജുഗേഷൻ എഫക്റ്റും വേണം. അപ്പൊ നമ്മളെ മെറ്റാക്രസോളിന്റെ കേസിൽ എന്താണ് ഹൈപ്പർ കോൺജുഗേഷൻ ഇല്ല, ഒരു എഫക്റ്റ് മാത്രമേ ഉള്ളൂ, അതായത് +I എഫക്റ്റ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എന്താണ് അതായിരിക്കും കൂട്ടത്തിൽ കൂടുതൽ അസിഡിക് കാണിക്കില്ല. കാരണം ഒരു എഫക്റ്റ് വഴി മാത്രമല്ലേ വിഡ്രോ ചെയ്യല്. വിഡ്രോ ചെയ്യുമ്പോൾ എന്താണ് വിഡ്രോ ചെയ്യുമ്പോൾ ഡിക്രീസ് ആവാൻ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഒരു എഫക്റ്റ് വഴി മാത്രം ഡിക്രീസ് ചെയ്യുന്നതുകൊണ്ട് കൂടുതൽ അസിഡിറ്റി ഏതാണ്? മെറ്റാക്രസോൾ ആയിരിക്കും. പിന്നെ നമുക്ക് ഓർത്തോം പാരാൻ വരും, നേരത്തെ അതേ കണ്ടീഷൻ, അതായത് രണ്ടെണ്ണത്തിലും എന്തുണ്ട്? രണ്ടും ഉണ്ട്, ഇൻഡക്റ്റീവ് എഫക്റ്റും ഉണ്ട്, ഹൈപ്പർ കോൺജുഗേഷൻ ഉണ്ട്. അപ്പൊ ആ ഒരു കേസിൽ നമ്മൾ എന്ത് വെക്കും? ഇവിടെ നമ്മൾ ഡിസ്റ്റൻസ് ആണ് നോക്കല്. അപ്പൊ ഇവിടെ ഡിസ്റ്റൻസ് നോക്കുമ്പോൾ ഇപ്പൊ നമ്മള് ഓർത്തോന്റെ കേസിൽ നോക്കുമ്പോൾ ഓർത്തോയിൽ എന്താണ്? ഓർത്തോയില് അവരെ ഇപ്പൊ CH3 അധികമായിരിക്കും. ഇപ്പൊ CH3 അധികം ആയതുകൊണ്ട് എന്താ? CH3 അടുത്തായിരിക്കും. CH3 അടുത്തായതുകൊണ്ട് എന്താണ്? CH3 അടുത്തായതുകൊണ്ട് ഇവര് വേഗം ഇലക്ട്രോൺസ് വിഡ്രോ ചെയ്യും. അപ്പൊ എന്താണ് എന്താണ്? അപ്പം വേഗം ഡിക്രീസ് അസിഡിറ്റി. അതുകൊണ്ടാണ് ഏറ്റവും കുറവ് ഓർത്തോയില്. പാരയിൽ എന്താണ് കുറച്ച് ദൂരമല്ലേ ഇല്ലത് CH3. അപ്പൊ അവര് മെല്ലെ ഇലക്ട്രോൺസ് വിഡ്രോ ചെയ്യും. ഇലക്ട്രോൺസ് വിഡ്രോ ചെയ്യുന്നതനുസരിച്ചിട്ട് എന്താണ് ഇത് അസിഡിറ്റി കുറയുന്നല്ലേ. അപ്പൊ ഏറ്റവും ലീസ്റ്റ് അസിഡിക് ഓർത്തോക്രസോൾ, പിന്നെ പാരാക്രസോൾ, പിന്നെ മെറ്റാക്രസോൾ. സോ ഇതാണ് ബേസിക് ആയിട്ട് എന്താണ് എഫക്ട് ഓഫ് സബ്സ്റ്റിറ്റ്യൂവൻസ് ഓൺ ഫീനോളിന്റെ അസിഡിറ്റിനെ പറ്റി പറയാനുള്ളത്. അടുത്ത നമുക്ക് നോക്കാനുള്ളത് ഫീനോൾസിലെ ക്വാളിറ്റേറ്റീവ് ടെസ്റ്റ് ആണ്. നമ്മൾ ഫീനോൾസിൽ എന്തൊക്കെയാ പഠിച്ചു? നമ്മൾ ബേസിക് ആയിട്ട് ഫീനോൾസ് എന്താണെന്ന് പഠിച്ചു, ഫീനോൾസിന്റെ അസിഡിറ്റിനെ പറ്റി പഠിച്ചു, പിന്നെ നമ്മൾ എന്ത് പഠിച്ചു? സബ്സ്റ്റിറ്റ്യൂവൻസ്, അത് ഓരോ സബ്സ്റ്റിറ്റ്യൂവൻസ് എങ്ങനെയാണ് ഈ അസിഡിറ്റിനെ എഫക്ട് ചെയ്യുന്നതെന്ന് പഠിച്ചു. അടുത്ത നമുക്ക് ക്വാളിറ്റേറ്റീവ് ടെസ്റ്റ് പഠിക്കാം. ക്വാളിറ്റേറ്റീവ് ടെസ്റ്റ് എന്ന് വെച്ചാൽ എന്താണ്? എങ്ങനെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത്, അതായത് ഇപ്പൊ നമുക്ക് ഒരു സാമ്പിൾ തന്നാൽ അത് ഫീനോൾ ആണ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുന്നത്? ബേസിക് ആയിട്ട് 5 ടെസ്റ്റ് ആയുള്ളത്. ഏതൊക്കെയാണ് 5 ടെസ്റ്റ്? ഫസ്റ്റ് ലിറ്റ്മസ് ടെസ്റ്റ്, ഇത് എല്ലാത്തിനും വരുന്ന ലിറ്റ്മസ് ടെസ്റ്റ്. രണ്ടാമത്തെ എന്താണ്? ഫെറിക് ക്ലോറൈഡ് ടെസ്റ്റ്. മൂന്നാമത്തെ എന്താണ്? ബ്രോമിൻ വാട്ടർ ടെസ്റ്റ്. നാലാമത്തെ എന്താണ്? അതിന്റെ ഇടയ്ക്ക് ലിബർമാൻസ് ടെസ്റ്റ്. അഞ്ചാമത്തത് ടാലിൻ ഡൈ ടെസ്റ്റ്. നമുക്ക് ഓരോ നോക്കാം എന്താണെന്ന്. അപ്പൊ ഈ ലിറ്റ്മസ് ടെസ്റ്റ് എല്ലാവർക്കും അറിയുന്നല്ലേ. ഇപ്പൊ എന്താണ് ലിറ്റ്മസ് പേപ്പർ എന്തായിരിക്കും? നമ്മൾ ആസിഡിക് ആണെങ്കിൽ എന്താണ്? ആസിഡിക് ആണെങ്കിൽ ബ്ലൂ കളർ, ലിറ്റ്മസ് പേപ്പർ റെഡ് കളർ. അപ്പൊ അതന്നെയാണ് ഇവിടെ പറയുന്നത്. നമുക്ക് ഒരു സാമ്പിൾ എടുത്തിട്ട് നമ്മൾ ലിറ്റ്മസ് പേപ്പറിൽ എന്താണ് കുറച്ച് സൊല്യൂഷൻ, ബ്ലൂ ലിറ്റ്മസ് പേപ്പറിൽ കുറച്ച് സൊല്യൂഷൻ ഇടുമ്പോൾ ആ ബ്ലൂ ലിറ്റ്മസ് പേപ്പർ എന്താവും? അത് ഫീനോൾ ആണെങ്കിൽ എന്താണ്? അത് റെഡ് കളറിലേക്ക് ചേഞ്ച് ചെയ്യും. അപ്പൊ നമുക്ക് എന്ത് ഉറപ്പിക്കാം? അത് ഫീനോൾ ആണെന്ന്. പക്ഷെ ഉറപ്പിക്കാൻ പറ്റില്ല ഫീനോൾ ആണെന്ന്. കാരണം എന്താ? ആസിഡിക് ക്യാരക്ടറിലെ എല്ലാ കമ്പൗണ്ട്സും ഇത് ഇങ്ങനെ തന്നെ കാണിക്കും. ഇപ്പൊ കാർബോക്സിലിക് ആസിഡിന്റെ ലിറ്റ്മസ് പേപ്പർ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഇതേ ഒരു റിസൾട്ട് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. പക്ഷെ അതിന്റെ നെക്സ്റ്റ് വരുന്ന ടെസ്റ്റ് എല്ലാം നമുക്ക് നോക്കിയിട്ട് അതൊക്കെ എന്താണ് പോസിറ്റീവ് ആണെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? നമ്മുടെ കൈമേലുള്ള സാമ്പിള് ഫീനോൾ ആണെന്ന് മനസ്സിലാക്കാം. അടുത്തത് ഫെറിക് ക്ലോറൈഡ് ടെസ്റ്റ്. ഫെറിക് ക്ലോറൈഡ് ടെസ്റ്റിൽ എന്തായിരിക്കും? അതായത് നമ്മളെ ഫീനോൾ എടുക്കാം. ഫീനോൾ എടുത്തിട്ട് എന്താണ് ആ ഫീനോൾ നമുക്ക് എന്താ ആഡ് ചെയ്യേണ്ടത്? പേരെന്നെ നോക്കാം. ഫെറിക് ക്ലോറൈഡ് ആയിരിക്കും ആഡ് ചെയ്യേണ്ടത്. ഫ്രഷ്ലി പ്രിപ്പയർഡ് ഫെറിക് ക്ലോറൈഡ് സൊല്യൂഷൻ ആഡ് ചെയ്യുക. അപ്പൊ നമുക്ക് എന്താ കിട്ടുക? ഒരു ഡാർക്ക് കളേർഡ് കോംപ്ലക്സ് കിട്ടും. അതായത് ഒരു കളേർഡ് സബ്സ്റ്റൻസ്, കളേർഡ് കോംപ്ലക്സ് കിട്ടും. അപ്പൊ അത് ഓരോ ഫിനോൾസിനും ഓരോ കളേഴ്സ് ആയിരിക്കും. ലൈക്ക് ഓരോ ഫിനോൾസ് എന്ന് വെച്ചാൽ നമ്മൾ പഠിച്ചിട്ടേ മോണോ ഹൈഡ്രിക് ഫിനോൾ ഉണ്ട്, ഡൈഹൈഡ്രിക് ഫിനോൾ ഉണ്ട്, ട്രൈഹൈഡ്രിക് ഫിനോൾസ് ഉണ്ട്. അപ്പൊ ഇതിൽ ഓരോ ഫിനോൾസിനും ഓരോ കളേഴ്സ് ആയിരിക്കും കാണിക്കുക. അപ്പൊ ഞാൻ ജസ്റ്റ് കൊടുത്തിട്ടുണ്ട്, നമുക്ക് നോക്കാം അതെങ്ങനെയാണെന്ന്. അതായത് നമ്മളെ ഫിനോള്, ഓർത്തോക്രസോള്, പാരാക്രസോൾ. ഓർത്തോക്രസോൾ വെച്ചാൽ എന്താണ്? ഓർത്തോ പൊസിഷനിൽ CH3 വരുന്നത്. പാരാക്രസോൾ എന്താണ്? പൊസിഷനിൽ CH3 വരുന്നത്. പിന്നെ എന്താണ്? റിസോർസിനോൾ. അപ്പൊ ഇതെല്ലാം എന്ത് കാണിക്കും? വയലറ്റ് അല്ലെങ്കിൽ ബ്ലൂ കളർ. അതേപോലെ വയലറ്റും ബ്ലൂ കളർ കാണിക്കുന്നുണ്ട് ഏതാണ്? ഹൈഡ്രോക്കിനോൺ. ഹൈഡ്രോക്കിനോൺ എന്താണ്? ഹൈഡ്രോക്കിനോണും ഡൈഹൈഡ്രിക് ഫീനോളിൽ വരുന്നതാണ്. അതായത് ഇവിടെ ഒരു OH ഗ്രൂപ്പ്, ഇവിടെ ഒരു OH ഗ്രൂപ്പ്. അപ്പൊ ഹൈഡ്രോക്കിനോൺ നമുക്ക് എന്ത് കാണിക്കും? വയലറ്റ് അല്ലെങ്കിൽ ട്രാൻസിയൻ ബ്ലൂ കാണിക്കും. പിന്നെ എന്താണ്? കെറ്റക്കോൾ ഗ്രീൻ കളർ. കെറ്റക്കോളും എന്താണ്? കെറ്റക്കോളും ഒരു ഡൈഹൈഡ്രിക് ഫീനോളും ആണ്. അടുത്ത എന്താണ്? പൈറോകളോൾ എന്താണ്? അത് ട്രൈഹൈഡ്രിക് ഫീനോൾ ആണ്. അതായത് അവർക്ക് 3 OH ഗ്രൂപ്പ് ഉണ്ട്. അവരെന്താ കാണിക്കുക? ബ്ലൂ കളർ കാണിക്കും, കുറച്ച് സമയം കഴിഞ്ഞാൽ റെഡ് കളർ കാണിക്കും. ഇതാണ് ജസ്റ്റ് അവരെ കളേഴ്സ് വരുന്നത്. അപ്പൊ അത് നോക്കി വെക്കാം. അടുത്ത നമുക്ക് ലിബർമാൻസ് ടെസ്റ്റ് വെക്കാം. അപ്പൊ ലിബർമാൻസ് ടെസ്റ്റ് ആണ് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ളത്. അപ്പൊ ലിബർമാൻസ് ടെസ്റ്റ് അതുപോലെ തന്നെ കുറച്ച് വലുത് വന്ന്, എന്നാലും ഞാൻ ഈസി ആയിട്ട് ഓരോ സ്റ്റെപ്പ് ആയിട്ട് പറഞ്ഞുതരാം. ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യാം? ഫസ്റ്റ് നമ്മളെ ഫീനോളും എടുക്കുക, കോൺസെൻട്രേറ്റഡ് H2SO4. അത് സ്ഥിരമായിട്ട് എല്ലാത്തിലും എടുക്കുന്ന ഒരു സാധനമാണ് കോൺസെൻട്രേറ്റഡ് H2SO4, NOH, KOH. ഇതാണ് മെയിൻ ആയിട്ട് എല്ലാത്തിലും എടുക്കുന്ന കുറച്ച് കാര്യങ്ങൾ. ഇവിടെ നമ്മൾ ഫീനോളും കോൺസെൻട്രേറ്റഡ് H2SO4 എടുത്ത് നമുക്ക് എന്താ കിട്ടുക?
അതിന്റെ കൂടെ സോഡിയം നൈട്രേറ്റും കൂടെ ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു യെല്ലോ കളർ ക്യുനീൻ മോണോക്സൈഡ് കോംപ്ലക്സ് കിട്ടും. അപ്പൊ 3 സാധനം ഏതൊക്കെയാണ്? ആ 3 സാധനം ഫീനോള്, പിന്നെ എന്താണ് കോൺസെൻട്രേറ്റഡ് H2SO4 ലെങ്ത്തിൽ എടുക്കുന്ന സോഡിയം നൈട്രേറ്റ്. അപ്പൊ ഇത് 3ഉം കൂടെ റിയാക്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് കിട്ടും? ഒരു യെല്ലോ കളർ ക്യുനീൻ മോണോക്സൈഡ് കോംപ്ലക്സ്. ഈ കോംപ്ലക്സ് എന്ത് ചെയ്യും? ഈ കോംപ്ലക്സിൽ വീണ്ടും ആദ്യത്തെ നമ്മളെ 2 സാധനം എക്സസ് ആയിട്ട് ആഡ് ചെയ്യുന്നത്. ആദ്യം ആഡ് ചെയ്ത് എന്തൊക്കെയായിരുന്നു? ഫീനോളും കോൺസെൻട്രേറ്റഡ് H2SO4. ഈ സാധനം കൂടുതൽ ആദ്യം കുറച്ചുകൂടി നല്ലോണം ആഡ് ചെയ്യുന്നത്. അപ്പൊ കുറച്ചുകൂടി എക്സസ് ആയിട്ട് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? എക്സസ് ആയിട്ട് നമുക്ക് ആഡ് ചെയ്യുമ്പോൾ കിട്ടും ബ്ലൂ കളർ ഇൻഡോഫിനോൾ കോംപ്ലക്സ്. നമ്മുടെ യെല്ലോ കളർ എന്താണ്? യെല്ലോ കളർ ക്വിനീൻ മോണോക്സൈഡിൽ നിന്ന് അവരെന്തായി? ബ്ലൂ കളർ ഇൻഡോഫിനോളായി. ഈ ബ്ലൂ കളർ എന്ത് ചെയ്യും? ബ്ലൂ കളറിൽ നമ്മൾ കുറച്ചുകൂടി വാട്ടർ ആഡ് ചെയ്തിട്ട് ഡൈല്യൂട്ട് ചെയ്യും. ഡൈല്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് റെഡ് കളർ ഇൻഡോഫിനോൾ കിട്ടും. ബ്ലൂ കളർ ഇൻഡോഫിനോൾ, റെഡ് കളർ ഇൻഡോഫിനോളും. അങ്ങനെ ഈ റെഡ് കളർ ഇൻഡോഫിനോൾ എന്ത് കുറച്ച് സമയം അങ്ങനെ ഇങ്ങനെ വെക്കുന്ന സമയത്ത് ഈ റെഡ് കളർ ഇൻഡോഫിനോൾ കുറച്ച് സമയം നമ്മൾ വെച്ചിട്ട് നമ്മൾ അതിൽ NaOH വെച്ചിട്ട് ഡൈല്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? ഡീപ്പ് ബ്ലൂ സോഡിയം സാൾട്ട് സൊല്യൂഷൻ ഓഫ് ഇൻഡോഫിനോൾ. അതായത് ഡീപ്പ് ബ്ലൂ കളർ ആയത് അവരെന്തായിരിക്കും? അതായത് നമ്മൾ ഇൻഡോഫിനോളിന്റെ സോഡിയം സാൾട്ട് സൊല്യൂഷൻ ആയിരിക്കും. സോ എങ്ങനെയാണ് നമ്മൾ ലിബർമാൻസ് ടെസ്റ്റ് ചെയ്യുന്നത്? ഇങ്ങനെ നമുക്ക് പ്രൊഡക്റ്റ് കിട്ടുന്നത്. അപ്പം ഒന്നുകൂടി ഞാൻ പറയാം, എന്നെ നോക്കിയാൽ മതി. എന്തൊക്കെയാണ് ഫസ്റ്റ് ആഡ് ചെയ്യുന്നത്? ഫീനോൾ ആഡ് ചെയ്യുക, കോൺസെൻട്രേറ്റഡ് H2SO4 ആഡ് ചെയ്യുക, സോഡിയം നൈട്രേറ്റ് ആഡ് ചെയ്യുക. നമുക്ക് എന്ത് കിട്ടും? നമുക്കൊരു യെല്ലോ കളർ ക്വിനീൻ മോണോക്സൈഡ് കോംപ്ലക്സ്. ഈ കോംപ്ലക്സ് എന്ത് ചെയ്യും? ഈ കോംപ്ലക്സിൽ നമ്മൾ വീണ്ടും എക്സസ് ആയിട്ട് ആദ്യം ആഡ് ചെയ്യുന്നുണ്ട്. എക്സസ് ആയിട്ട് എന്താ ആഡ് ചെയ്യുന്നത്? എക്സസ് ആയിട്ട് ആദ്യത്തെ 2 സാധനം എന്താണ്? ഫീനോളും കോൺസെൻട്രേറ്റഡ് H2SO4 ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ബ്ലൂ കളർഡ് ഇൻഡോഫിനോൾ കോംപ്ലക്സ് കിട്ടും. ഈ ബ്ലൂ കളർഡ് ഇൻഡോഫിനോൾ കോംപ്ലക്സ് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് അതിന് ഡൈല്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? റെഡ് കളർഡ് ഇൻഡോഫിനോൾ കിട്ടും. ഈ റെഡ് കളർ ഇൻഡോഫിനോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ NaOH വെച്ചിട്ട് ഡൈല്യൂട്ട് ചെയ്യുന്നു. നേരത്തെ വാട്ടർ വെച്ച് ഡൈല്യൂട്ട് ചെയ്ത് ഇവിടെ നമ്മൾ NaOH വെച്ച് ഡൈല്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? ഡീപ്പ് ബ്ലൂ കളർ. അതായത് നേരത്തെ ബ്ലൂ കളർ തന്നെ തിരിച്ചു വരും. ഡീപ്പ് ബ്ലൂ കളറും പക്ഷെ സാധനം മാറും. എന്തായിരിക്കും? ഇൻഡോഫിനോളിന്റെ സോഡിയം സാൾട്ട് സൊല്യൂഷൻ ആയിരിക്കും കിട്ടല്. ഇതാണ് ലിബർമാൻസ് ടെസ്റ്റ്. ഇനി നമുക്ക് നോക്കാം, അതിൽ രണ്ട് ടെസ്റ്റും കൂടിയാണ്, ഈസിയാണ്. ബ്രോമിൻ വാട്ടർ ടെസ്റ്റും താലിൻ ഡൈ ടെസ്റ്റും. ഈ ബ്രോമിൻ വാട്ടർ ടെസ്റ്റിൽ എന്താണ്? ബ്രോമിൻ വാട്ടർ ടെസ്റ്റിൽ ഫീനോൾസ് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തും. എന്ത് വെച്ച്? ബ്രോമിൻ വെച്ചിട്ട് ഫീനോൾസ് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ. അതായത് എന്താണ്? ബ്രോമിന് അത് നമ്മൾ ഫീനോളും അക്വസ് ബ്രോമിനും റിയാക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? അതായത് നമ്മുടെ ബ്രോമിൻ എന്ന് വെച്ചാൽ ബ്രൗൺ കളറാണ്. അപ്പൊ ആ ബ്രൗൺ കളർ ഡിസപ്പിയർ ആയിട്ട് ഒരു വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് കിട്ടും. ആ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് എന്താണ്? ആ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ട്രൈബ്രോമോഫിനോൾ ആണ്. എന്താണ്? ട്രൈബ്രോമോഫിനോൾ. അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമ്മളെ ഫീനോളും നമ്മൾ ബ്രോമിൻ വാട്ടർ എന്താണ്? ബ്രൗൺ കളറാണ്. അപ്പൊ ഇതെന്ത് ചെയ്യും? ഇത് ഡിസപ്പിയർ ആവും. റിയാക്ഷൻ കഴിയുമ്പോൾ ഇത് ഡിസപ്പിയർ ആയിട്ട് നമുക്ക് എന്താ കിട്ടുക? ഡിസപ്പിയർ ആയിട്ട് നമുക്ക് കിട്ടും ഒരു വൈറ്റ് പ്രസിപ്പിറ്റേറ്റ്. ആ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് എന്താണ്? ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്തിട്ട് കിട്ടുന്ന പ്രൊഡക്റ്റ്. അതായത് എന്താ നമ്മളെ പ്രൊഡക്റ്റ്? നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് ട്രൈബ്രോമോഫിനോൾ. ഇതാണ് ബ്രോമിൻ വാട്ടർ ടെസ്റ്റ്. അടുത്തത് എന്താണ്? താലിൻ ഡൈ ടെസ്റ്റ്. ഇപ്പൊ താലിൻ ഡൈ ടെസ്റ്റ് ഈസിയാണ്. താലിൻ ഡൈ ടെസ്റ്റിൽ എന്താണ്? പേര് തന്നെ നമുക്ക് എടുക്കാം. ഫീനോളും താലിക് ആൻഹൈഡ്രേറ്റും. ഫീനോളും താലിക് ആൻഹൈഡ്രേറ്റും. പിന്നെ നമ്മൾ സ്ഥിരമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന റിയേജന്റ് എന്തായിരിക്കും? നേരത്തെ പറഞ്ഞ റിയേജന്റ് ഇല്ലേ? കോൺസെൻട്രേറ്റഡ് H2SO4. അത് വെച്ച് റിയാക്ട് ചെയ്യുമ്പോൾ എന്തിട്ടും നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനം നമ്മുടെ ലാബിലെല്ലാം യൂസ് ചെയ്യുന്ന ഫിനോഫ്തലിൻ കിട്ടും. ഈ ഫിനോഫ്തലിൻ എന്താണ്? ഒരു കളർലെസ് കമ്പൗണ്ട്. ഞങ്ങൾക്കറിയാം ഫിനോഫ്തലിൻ കളർലെസ് കമ്പൗണ്ട് ആണ്. ഈ കളർലെസ് കമ്പൗണ്ട് NaOH വെച്ച് റിയാക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തിട്ടും? ഒരു പിങ്ക് കളർ ഫ്ലൂറസിൻ കമ്പൗണ്ട് കിട്ടും. അപ്പൊ ഇത് ഫീനോളിന്റെ കേസിലാണ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞേ ഓരോ ഇപ്പം ഇങ്ങനെ കാറ്റക്കോൾ ഒരു കളറും അതുപോലെ തന്നെ നമ്മൾ എന്താ റിസോഴ്സിന് ഒരു കളറും റിസോൾ ഒരു കളറും എല്ലാം പറഞ്ഞേ. അതേപോലെ തന്നെ ഇവിടെയും ഓരോ ടൈപ്പ് ഫിനോൾസിന് ഓരോ കളറാണ്. അപ്പം നമ്മൾ സാധാ ഫിനോളിന് എന്തായിരിക്കും? ഈ റിയാക്ഷൻ കഴിയുമ്പോൾ പിങ്ക് കളർ ആയിരിക്കും കിട്ടുക. ഓക്രിസോൾ അല്ലെങ്കിൽ ഓർത്തോക്രിസോൾ ആണെങ്കിൽ എന്താണ്? റെഡ് ആയിരിക്കും. മെറ്റാക്രിസോൾ ആണെങ്കിൽ എന്താണ്? ബ്ലൂ വയലറ്റ് കളർ. 1 നാഫ്തോൾ ആണെങ്കിൽ ഗ്രീൻ, 2 നാഫ്തോൾ ആണെങ്കിൽ ഫെയിന്റ് ഗ്രീൻ, റിസോർസിൻ ആണെങ്കിൽ യെല്ലോ ഗ്രീൻ, ഹൈഡ്രോക്കിനോൺ ആണെങ്കിൽ ഡീപ്പ് പർപ്പിൾ. എല്ലാവരും ഗ്രീൻ ബ്ലൂ പേർപ്പിൾ ആ ഒരു ലൈനിൽ പോകുന്ന കളേഴ്സ് ആണ്. ഫസ്റ്റ് ഫിനോൾ മാത്രമേ പിങ്ക് ഉള്ളൂ. അപ്പൊ ഇവിടെ നമ്മൾ എന്താ ഈ ടെസ്റ്റിൽ നമ്മൾ ചെയ്തത്? ഈ ടെസ്റ്റിൽ നമ്മൾ ഫിനോൾ എടുക്കുന്നത്, അതിന്റെ കൂടെ എന്താ എടുക്കുന്നത്? താലിക് ആൻഹൈഡ്രേറ്റ് കോൺസെൻട്രേറ്റഡ് H2SO4 വെച്ച് നമുക്ക് ഫിനോഫ്തലിൻ കിട്ടും. അത് കളർലെസ് ആണ്. അത് നമ്മൾ NaOH വെച്ച് റിയാക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? ഒരു ഫ്ലൂറസിൻ പിങ്ക് കളർ കമ്പൗണ്ട് കിട്ടും. പിന്നെ ഓരോ ടൈപ്പ് ഫിനോൾസിന് ഏതൊക്കെ കളേഴ്സ് ആണ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇത്രയേ ഉള്ളൂ ക്വാളിറ്റേറ്റീവ് ടെസ്റ്റ്. അതായത് എന്താണ് ഫിനോൾസിന്റെ ക്വാളിറ്റേറ്റീവ് ടെസ്റ്റിനെ പറ്റി പറയാനുള്ളത്. അപ്പോൾ ക്വാളിറ്റേറ്റീവ് ടെസ്റ്റിൽ ഏതൊക്കെയായിരുന്നു? നമ്മൾ പറഞ്ഞ 5 ടെസ്റ്റ് ഏതൊക്കെയാണ്? ഫസ്റ്റ് പറഞ്ഞ ബേസിക് ആയിട്ട് വരുന്ന ലിറ്റ്മസ് ടെസ്റ്റ്. രണ്ടാമത് നമുക്ക് പേര് തന്നെ കിട്ടുന്ന ഫെറിക്ലോറൈഡ് ടെസ്റ്റ്. ഫെറിക്ലോറൈഡ് എന്താണ്? ഫെറിക്ലോറൈഡും ഫീനോളും റിയാക്ട് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു കളേർഡ് സബ്സ്റ്റൻസ് കിട്ടും. ഓരോന്നിനും ഓരോ കളേഴ്സ് ആയിരിക്കും. അടുത്തത് എന്ത് പറഞ്ഞത്?
നമ്മൾ ലിബർമാൻസ് ടെസ്റ്റ്, അതായത് മെയിൻ ആയിട്ടുള്ള ടെസ്റ്റ്. ആ മെയിൻ ആയിട്ടുള്ള ടെസ്റ്റിൽ എന്തായിരുന്നു? മെയിൻ ആയിട്ട് ടെസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഫീനോളും പിന്നെ എന്താണ് കോൺസെൻട്രേറ്റ് H2SO4 സോഡിയം നൈട്രേറ്റ്. നമുക്കൊരു യെല്ലോ കളർ കമ്പൗണ്ട് ഇട്ടും ആ യെല്ലോ കളർ കമ്പൗണ്ട് എന്ത് ചെയ്യും? NOH യെല്ലോ കളർ കമ്പൗണ്ട് ഇട്ടും അതിൽ വീണ്ടും നമ്മൾ എക്സസ് ഫീനോളും എക്സസ് കോൺസെൻട്രേറ്റഡ് H2SO4 ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ബ്ലൂ കളർ എൻഡോർഫിനിൽ കിട്ടും. പിന്നെ നമ്മൾ H2O വെച്ച് ഡൈല്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് റെഡ് കളർ എൻഡോർഫിനിൽ കിട്ടും. ഈ റെഡ് കളർ എൻഡോർഫിനോൾ നമ്മൾ എന്താക്കും? റെഡ് കളർ എൻഡോർഫിനോൾ NOH ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതായത് ഡീപ് ബ്ലൂ കളർ ഈ എൻഡോർഫിനോളിന്റെ ഒരു സോഡിയം സാൾട്ട് സൊല്യൂഷൻ കിട്ടും. ഇത്രയാണ് ലിബർമാൻസ് ടെസ്റ്റിൽ പറയുന്നത്. പിന്നെ പറയുന്നത് ബ്രോമിൻ വാട്ടർ ടെസ്റ്റ് ആണ്. അതിന്റെ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് നടക്കുന്നത്. ബ്രോമിന് ഫിനോളും വെച്ച് റിയാക്ട് ചെയ്യുമ്പോൾ എന്താണ് ബ്രോമിന്റെ ബ്ലൂ കളർ ബ്രോമിന്റെ ബ്രൗൺ കളർ ഡിസപ്പിയർ ആയിട്ട് എന്ത് വരുന്നത്? ബ്രൗൺ കളർ ഡിസപ്പിയർ ആയിട്ട് വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ട്രൈബ്രോമോഫിനോൾ ആ ഒരു കമ്പൗണ്ടാണ് നമുക്ക് കിട്ടുന്നത്. അടുത്തത് താലേ ഡൈ ടെസ്റ്റ്. അതിലെന്താ നമ്മൾ എടുക്കുന്നത്? അതിൽ നമ്മൾ ഫിനോൾ എടുക്കുന്നത്. അതിൽ നമ്മൾ എന്താ ആഡ് ചെയ്യുന്നത്? ആ ഫിനോളിന്റെ കൂടെ താലിക് അൺഹൈഡ്രേറ്റ് ആഡ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? കോൺസെൻട്രേറ്റഡ് H2SO4 അണ്ടർ പ്രസൻസിൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ഫിനോഫ്തലിൻ കിട്ടും. അതെന്താണ്? കളർലെസ് കമ്പൗണ്ട് ആണ്. അതിൽ നമ്മൾ NOH ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഫ്ലൂറസിൻ ഒരു പിങ്ക് കളർ കിട്ടും. ഇതേപോലെ തന്നെ ഫീനോളിന്റെ കേസിലാണ് പിങ്ക് കളർ കിട്ടല്. ഓരോ ഫീനോൾ ഡെറിവേറ്റീവ്സിനും ഓരോ കളേഴ്സ് ആയിരിക്കും കിട്ടുക. അത് ജസ്റ്റ് നോക്കി വെക്കാം. സോ ഇത്രയേ ഉള്ളൂ ക്വാളിറ്റേറ്റീവ് ടെസ്റ്റിനെ പറ്റി പറയാനുള്ളത്. ഇനി നമുക്ക് എന്താണ് പഠിക്കാനുള്ളത്? നമുക്ക് ഓരോ സ്ട്രക്ചറും അതിന്റെ യൂസസും പഠിക്കാനുണ്ട്. അപ്പൊ 4 മാത്രമേ പഠിക്കാനുള്ളൂ. 4 ഫിനോൾ ഡെറിവേറ്റീവ്സിന്റെ സ്ട്രക്ചറും യൂസസും പഠിക്കാനുണ്ട്. അതും കൂടെ കഴിഞ്ഞാൽ നമുക്ക് ഈ ഫീനോൾ ടോപ്പിക് കഴിയും. ഇപ്പൊ എല്ലാവർക്കും ഇതുവരെ ഉള്ളത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.